ചോര വെച്ചിട്ട് ഒരു ചുമര് മുഴുവൻ പെയിന്റ് ചെയ്തിരിക്കുക. ചൈൽഡ് പോൺ കാണുന്നതിന് ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ? കൺട്രി ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഓൺ യു. ഇതിൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പെനൽറ്റി 250 കോടി വരെ. ഡാർക്ക് വെബ്, ഡീപ്പ് വെബ്, അവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്താൽ നമുക്ക് എന്തും കിട്ടും, കൊല്ലുന്നത് വരെ കാണിച്ചിരുന്നു പറയുന്നു. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരും. പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് OTP പറഞ്ഞിരുന്നത്? ഓപ്പറേഷൻ P100 ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ടെലഗ്രാമിൻ്റെ അഗൻസ്റ്റാണ്. ടെലഗ്രാമിലെ യൂസേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. എല്ലാവരും പെടും. എന്നിട്ടും ഇപ്പോഴും ആളുകൾ തങ്ങളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് അത്രയും വിശ്വാസം ഉണ്ടെന്ന് കരുതി ഷെയർ ചെയ്യുന്നൊരു പ്രവണത ഇപ്പോഴും ഉണ്ടോ? ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്തിട്ടിട്ട് ഈ വൈഫിൻ്റെ സിബ്ലിംഗ് സൂയിസൈഡ് ചെയ്ത കേസ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പബ്ലിക് വൈഫൈസ് ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ലിങ്കിൻ്റെ URL വായിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ടൈപ്പ് ചെയ്തോളൂ, ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. റിവെഞ്ച് പോർണോഗ്രഫിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ ലവ് സ്റ്റോറി എങ്ങനെയാണ് ക്രൈമായി മാറുന്നത്? 4-5 റോൾസ് റോയ്സ് ഓടിച്ച് നടക്കേണ്ട കാലം കഴിഞ്ഞു. ഞാൻ അത് മാത്രമാണെങ്കിൽ ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററും സൈബർ സുരക്ഷാ വിദഗ്ധയുമായിട്ടുള്ള ധന്യ മേനോനാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമ്മുടെ അതിഥി. സ്വാഗതം. ഈ ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററുടെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ന്യൂഡായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ എല്ലാ പ്രൈവറ്റ് കാര്യങ്ങളും, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നമ്മുടെ മെസ്സേജുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഈവൻ സോങ് ചോയ്സസ് വരെ, അങ്ങനെ എല്ലാം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ. അതിനിപ്പോൾ ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടെക്നിക്കലി കുറച്ച് ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ടെക് സാവി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അത് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിംഗ് ചെയ്താൽ കിട്ടാത്ത ഇൻഫർമേഷൻ ഇല്ല ഇപ്പോൾ ഒരാളെ പറ്റിയിട്ട്. എന്നോട് ചോദിച്ചാൽ എനിക്ക് സമയം കിട്ടാറില്ല. നേരെ മറിച്ച് ഒരു ഇഷ്യൂ വന്നാൽ നമ്മളിതെല്ലാം നോക്കും. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് അതിനകത്തൊരു ഹൈ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അല്ല, കിട്ടുന്ന മാനസിക പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അവരാണ് ഈ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഓപ്പറേഷൻ P100 നടത്തിയിട്ട് കുറെ പേര് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് ഈ പോൺ കണ്ടതിനല്ലായിരുന്നോ? ചൈൽഡ് പോർണോഗ്രഫി. ചൈൽഡ് പോൺ കാണുന്നതിന് ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? നമ്മുടെ എൻറ്റയർ ഡിജിറ്റൽ സ്പേസിന് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനമുണ്ട്. ബിക്കോസ് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ സ്പേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന എന്ത് കണ്ടൻറ്റും ഇന്ത്യക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ ഓണർഷിപ്പ് ഉണ്ട്. സോ ദ കൺട്രി ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഓൺ യു. പക്ഷേ കൺട്രി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. കൺട്രിക്ക് ബാധിക്കുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നോക്കാം. ചിൽഡ്രൻ എന്ന് പറയുന്നത് കൺട്രിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് കൺട്രി മാത്രമല്ല, നമ്മൾ ഓരോ സിവിലിയൻസും എടുക്കുന്നുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറയും, മക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മക്കളോട് ഉത്തരവാദിത്വമുള്ള രക്ഷകർത്താക്കൾ വേണം. ചൈൽഡ് പോൺ കാണുന്നവർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നീട് ഉണ്ടാവുന്ന ഫർദർ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചൈൽഡ് പോർണോഗ്രഫി ഒഫൻസ് ആണ്. 7 കൊല്ലം വരെ ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ ചൈൽഡ് പോർണോഗ്രഫിക്കുള്ള കൺസംഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ക്രൈം ആക്കേണ്ട ഒരു കാരണം, കൺസംഷൻ ഇല്ലെങ്കിൽ ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ കൺസംഷനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം. കശ്മീരിലെ ഒരു ചെറിയ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഗൂഗിൾ ചെയ്തിരുന്നത് ആ കുട്ടിയുടെ വീഡിയോ ആണെന്നുള്ള ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നൊരു വിവരം ആ കാലത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. സെർച്ച് ചെയ്യുന്ന ആളുകളെയും നിരീക്ഷിക്കുകയോ സെർച്ച് ചെയ്ത് അത് കൺസ്യൂം ചെയ്യുന്നവരെയാണോ, എത്ര തവണ കൺസ്യൂം ചെയ്താലാണ് അവരെ ഫ്ലാഗ് ചെയ്യുന്നത്, എത്ര തവണ കൺസ്യൂം ചെയ്താലാണ് അത് അറസ്റ്റിലേക്ക് പോകുന്നത്? അങ്ങനെ ഒരു നമ്പർ ഓഫ് ട്രയൽസും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒന്നുമില്ല. സെർച്ച് ചെയ്യുന്നവരെ മോണിറ്റർ ചെയ്യും. സെർച്ച് ചെയ്യുന്നവർ അപ്പോഴൊക്കെ പ്രൊഫൈലിംഗ് നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാധ്യമപ്രവർത്തകരാണ്, അവരിത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സെർച്ച് ചെയ്ത IP ആരുടെയാണെന്ന് നോക്കും. മാധ്യമപ്രവർത്തകരാണെങ്കിൽ ദെൻ യു ആർ ഗിവൺ എ എക്സെംഷൻ. കാരണം മേ ബി യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ കോസ്റ്റ്, ഫോർ റദർ ഒരു കൺസംഷൻ അല്ലാത്ത ഒരു കാര്യത്തിനായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു, അല്ലെങ്കിൽ ചിലപ്പോൾ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇങ്ങനത്തെ ഒരു സെർച്ച് എഞ്ചിനൊക്കെ നടക്കുന്നുണ്ടാവാം. അതിനൊന്നും നമ്മൾ പോയിട്ട് ഉടനെ എടുത്ത വഴിക്ക് പോയിട്ട് അറസ്റ്റൊന്നും നടക്കണ കാര്യമൊന്നും അതൊന്നും ചെയ്യണമില്ല, ചെയ്ത് കേട്ടിട്ടുമില്ല. ശരിക്കും കൺസ്യൂം ചെയ്യുന്നവരെ പോലും 100% അറസ്റ്റ് നടക്കാത്തൊരു രാജ്യമാണ്. We are giving a lot of leniency to all those people. അത് അത്രയും ഗ്രേവ് ആയിട്ട് ഭീകരമായിട്ടുള്ള തോതിൽ വരുമ്പോഴാണ് എന്തായാലും അവർ രക്ഷപ്പെടില്ല അല്ലേ? പൈസയുടെ ട്രാൻസാക്ഷനും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യം വന്നാലും പൈസയുടെ ട്രാൻസാക്ഷനും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ്
ഉണ്ടാവണം. അത് പറഞ്ഞപ്പോഴാണ് ഈ ഡാർക്ക് വെബ്, ഡീപ്പ് വെബ്, അവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്താൽ നമുക്ക് എന്തും കിട്ടും. ഈവൻ റേപ്പ് വീഡിയോ വിഷ്വൽസ് കിട്ടും, ചൈൽഡ് പോർണോഗ്രഫി കിട്ടും, അതുപോലെ തന്നെ ആളുകളെ കൊല്ലുന്നത് വരെ കാണിച്ചിരുന്നു പറയുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഡാർക്ക് വെബ്, ഡീപ്പ് വെബ് ഒക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓടിച്ചെന്ന് കയറാവുന്ന ഒരു സ്ഥലമല്ല. നമ്മൾ ബൈ ഇൻവിറ്റേഷൻ മാത്രം പോകാവുന്ന ഒരു സ്ഥലമാണ്. അതിന് വൺ വേ ട്രാഫിക്കാണ്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഡാർക്ക് വെബിൽ ഇരിക്കുന്ന ഒരാൾ ഒരു ഗെയിം ഉണ്ടാക്കുന്നു. ആ ഗെയിം പുറത്ത് ഇൻ്റർനെറ്റിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. ഈ യൂസ് ചെയ്യുന്നതിൽ 100 പേര് യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്നതിൽ ഒരാളാണ് ഞാൻ ഇതിനെ കളിച്ചു തുടങ്ങി എന്നെ റീച്ച് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ വെൻ ഐ ഗെറ്റ് എൻ ഇൻവിറ്റേഷൻ എനിക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാം. അതിന് എനിക്ക് ആക്സസ് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയണം എന്നെക്കൊണ്ട് അവർക്ക് യൂസ് ഉണ്ടാവും. ഒന്നുകിൽ മോർ വിക്ടിംസിനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പൈസ എന്നെക്കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് വല്ല ട്രാഫിക്കിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റും. ഡ്രഗ് ആണെങ്കിലും ഓർഗൻ ട്രാഫിക്കിംഗ് ആണെങ്കിലും ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്തിനു വേണമെന്നാണെങ്കിലും അത് യൂസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് അവർക്ക് ഉറപ്പായാൽ മാത്രമേ അവരെനിക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു എന്ന് അർത്ഥം. ഏതൊക്കെ രീതിയിലാണ് പെടുക? നെക്സ്റ്റ് ലെവൽ ഗെയിംസ് കളിച്ച് പോകുമ്പോൾ അവരെ ഫീഡ് ചെയ്യുന്നത് മുഴുവനും ദേ ആർ ബിക്കമിങ് സൂപ്പർ പവർഫുൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവൽ കിട്ടണമെങ്കിൽ അവർക്ക് ഇത്ര ഹൈ വരികയാണ്, ഇത്ര കാര്യങ്ങൾ വരികയാണ് ഇമോഷണലി. ദെൻ ചിലവർ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചില കുട്ടികളെയൊക്കെ അവർ ദേ ആർ ടേക്കിംഗ് ദം ഇൻ ടു എ നെക്സ്റ്റ് ലെവൽ. അവരെ ഒരു ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനത്തിൽ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചില കേസുകൾ വന്നിട്ടുള്ളത്, എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ ഇന്ന കൺട്രിയിലേക്ക് പോവാണ്, ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. എന്നിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് സൂയിസൈഡാണ്. ഈ തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു സാധനം പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത് അപ്പോൾ അവർ ആലോചിക്കുന്നില്ല. ആസ്ട്രൽ പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ 2009-10 മുതൽക്ക് കാണുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അതിനെ ഫാൻസി നെയിം കുറച്ച് നാൾ മുമ്പ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 മില്യൺ ഗെയിംസ് എങ്കിലും ഉണ്ട് ഓൺലൈനിൽ ഇത്തരം. അപ്പോൾ അതിനോടൊക്കെ നമ്മുടെ കുട്ടികൾ എക്സ്പോസ്ഡ് ആകുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഈ വയലൻസ് കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട് വയലൻസ് ഉള്ള ഗെയിംസ് കണ്ടുകൊണ്ടിരിക്കുക, വളരെ വലിയ മാസീവ് ആയിട്ടുള്ളൊരു ബിഹേവിയറൽ ഡിസോർഡർ വരുമ്പോഴാണ് ഇവർ എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച് പിന്നാക്കം പോകുമ്പോൾ ഉള്ളൊരു കാര്യം. ഇപ്പോൾ 2009 നമ്മൾ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ തമാശയാക്കി ഉണ്ട് തന്നെ. പിന്നെ ഇന്ത്യയിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് കാര്യം. ഇപ്പോൾ എവറി ഹോസ്പിറ്റൽ ഹാസ് എ ഡി അഡിക്ഷൻ സെൻറ്റർ. ഡീപ് വെബിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ കൊലപാതക സീൻസ് കാണിക്കുന്നു പറഞ്ഞല്ലോ, അത് ശരിക്കും സത്യമാണോ? അവിടെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് ലൈവാണ് ഒറിജിനലാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ അറസ്റ്റും ഓൺലൈൻ സ്കാംസും ഒക്കെ പറഞ്ഞു വീഡിയോ കോളിൽ വരുന്നു, റിയൽ ടൈം ഒരു പിക്ചർ ഇമേജാണ് കാണിക്കണേ, ഒരു വീഡിയോ ഇമേജ് തന്നെയാണ് കാണിക്കണേ അവരും, ഇറ്റ്സ് എ സൈബർ സെല്ലെന്ന് കാണിക്കാനായിട്ട്. അത്തരം ഡിജിറ്റൽ ക്രിയേഷൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? അത്തരത്തിലുള്ള സ്വീറ്റ് ഗെയിമൊക്കെ അവർക്ക് വേണേൽ സെറ്റ് ഇട്ട് കാണിക്കാം. പിന്നെ തീർച്ചയായിട്ടും ശരിയാണ്. ഒരാളെ കൊന്ന് ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് അവർക്കത് സെറ്റിട്ട് കാണിക്കുന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അത്രയും കൊലപാതകങ്ങൾ നടക്കണമല്ലോ, ലൈവായിട്ട് കൊലപാതകം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് കാണുന്ന അത്രയും നമ്പർ ഓഫ് കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഗ്യാരണ്ടി. ഫോൺ സൈറ്റ്സുകളിലൊക്കെ ആളുകൾ ആഗ്രഹിക്കാതെ പെട്ടുപോയ കേസുകൾ ഉണ്ടാവും. ഇപ്പം CCTV ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് അവരറിയാതെ അത് ലീക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം റിവെഞ്ച് പോണോഗ്രഫി എന്ന് ആണല്ലോ അതിനെ പറയുന്നത്. ഈ റിവെഞ്ച് പോണോഗ്രഫി നമ്മുടെ കേരളത്തിൽ കൂടുതലാണോ അതോ അത് എണ്ണത്തിൽ കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതല്ല, ഈ റിവെഞ്ച് പോർണോഗ്രഫിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളെ ഇഷ്ടം പോലെ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ മൊറാലിറ്റി സ്റ്റിഗ്മ ആൺകുട്ടികളെയും ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ ഫീൽഡ് വന്നതിന് ശേഷം. അതുവരെ ഞാൻ വിചാരിച്ചേ ആമ്പിള്ളേർക്ക് എന്ത് വേണമെങ്കിൽ ആവാമല്ലോ എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. 9th സ്റ്റാൻഡേർഡിലെ പെൺകുട്ടി അവനവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ക്ലാസ്മേറ്റ്സിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയച്ചു കൊടുക്കുന്നത് വേറൊരു നമ്പറിൽ നിന്നാണ്. ആ നമ്പറിൽ നിന്ന് അയച്ചു കൊടുത്തു. ആ നമ്പർ പിന്നെ ട്രേസബിൾ അല്ല, കിട്ടുന്നില്ല. പക്ഷേ ആ കുട്ടി ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞത്, ഇത് നീയാണ് എടുത്ത ഫോട്ടോ അയച്ചത്. ഈ പയ്യൻ അറിഞ്ഞിട്ടില്ല. ഈ പയ്യൻ റിഫ്യൂസ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടി പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ഫോട്ടോ ഫോറൻസിക്സ് എടുക്കുന്ന സമയത്ത് ഇത് ഏത് ഗാഡ്ജറ്റ് എന്നാണെന്ന് മനസ്സിലായി. ഈ ഗാഡ്ജറ്റ് ആരൊക്കെ കയ്യിൽ ഇത്തരം ഗാഡ്ജറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഈ കുട്ടിയുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഗ്രാൻഡ് മദർ യൂസ് ചെയ്യുന്ന ആ ഗാഡ്ജറ്റാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെന്ന് ഗ്രാൻഡ് മദറിൻ്റെ ഫോൺ എടുത്ത് വേറൊരു സിം ഇട്ടിട്ട് ഫോട്ടോ എടുത്തു. ആ സിം ആ കുട്ടി ഡിസ്കാർഡ് ചെയ്തു. ഒറ്റ പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഫോട്ടോ ആ കുട്ടി സർക്കുലേറ്റ് ചെയ്തു. ആ കുട്ടിയുടെ ഉദ്ദേശം അപ്പം എന്താ? വൈ കാൻ ദിസ് ബോയ് ലവ് മീ? ഇത്രയും ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. 9th ക്ലാസ്സിലാണ്.
നിർബന്ധിപ്പിച്ച് സ്നേഹിപ്പിക്കാം. ട്രയാങ്കിൾ ലവ് സ്റ്റോറീസ് ഒക്കെ ഭീകരമാണ് കേട്ട് കഴിഞ്ഞാൽ. കോമൺ ആണോ അത്? യങ്സ്റ്റേഴ്സ് സ്പെഷ്യലി ഭയങ്കരമാണ്. അതായത് കുറച്ച് മുതിർന്നവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഇവർക്ക് എന്താ ചെയ്യണേന്നുള്ളത് അറിഞ്ഞിട്ടാണല്ലോ ഇവർ ചെയ്യണേ. ഇത് ഇത്തിരി പോകുന്ന കുട്ടികൾ ഇതൊക്കെ ചെയ്യണ സമയത്ത് അവർക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ചെയ്യുന്ന ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി അറിയില്ല. ഈ ട്രയാങ്കിൾ ലവ് സ്റ്റോറി എങ്ങനെയാണ് ക്രൈമായി മാറുന്നത്? രണ്ടുപേര് ഒരേ ആളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണല്ലോ ഇവർ വരെ. അപ്പം മറ്റാളിൽ നിന്ന് ഈ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് പ്രൊഫൈൽ ഈ പറയുന്ന പയ്യൻ്റെ പേരിൽ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഐ ലവ് യു അയക്കുക റാൻഡം ആയിട്ടുള്ള ക്ലാസ്സിൽ എല്ലാവർക്കും. അപ്പോൾ ദർ ഇസ് എ മൊറാലിറ്റി ഇഷ്യൂ അഗൈൻ ദർ. അങ്ങനെ അപ്പൊ ആ കുട്ടീനെ ഒഴിവാക്കിക്കോളും കാമുകൻ അല്ലെങ്കിൽ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈ കാമുകൻ കാമുകി എന്നുള്ളൊരു ഡെഫിനേഷൻ പോലും അറിയാത്ത കുട്ടികളാണ് ഇത് ചെയ്യണേന്നുള്ളതാണ് സങ്കടം. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ വരുന്നത് ഏത് പ്രായക്കാരിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? ക്രൈം റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡൾട്ടിൻ്റെ ആൾക്കാരായിരിക്കും, പക്ഷേ എക്സ്പോഷർ റേറ്റ് കുട്ടികളിലാണ് കൂടുതൽ. കാരണം കുട്ടികളിലെ ഇമ്പാക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. നോട്ട് ഈവൺ 1%. അതുപോലെ തന്നെയല്ലേ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്? അത് ഭയങ്കര ഒരു ഡിലിമയല്ലേ ആളുകളെ സംബന്ധിച്ച്? പണ്ട് അതിനൊരു പ്രശ്നവൽക്കരിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനെ അക്നോളജ് ചെയ്തിട്ടും കാണുന്നുണ്ട്, നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്രൈമുകൾ കണ്ടിട്ടുണ്ടോ? സൈബർ ക്രൈം? നമ്മുടെ ഓഫീസ് ബേസിക്കലി ഞങ്ങൾ ഫാമിലി മാറ്റേഴ്സ് നോക്കില്ല. കോടതിയിൽ അല്ല, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സംശയം എന്നുള്ളൊരു കാര്യത്തിനെ നമ്മൾ വെരിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് മാത്രം പണിയെടുത്തിരിക്കേണ്ടി വരും. അത്രയ്ക്കധികം ഉണ്ടാവും കേസുകൾ. പണ്ട് തമാശിക്കാൻ പറഞ്ഞല്ല, ഞാൻ 4-5 റോൾസ് റോയ്സ് ഓടിച്ച് നടക്കേണ്ട കാലം കഴിഞ്ഞു. ഞാൻ അത് മാത്രമാണെങ്കിൽ ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾ ഫാമിലി മാറ്റേഴ്സ് നോക്കും കോടതിയിൽ നിന്ന് വന്നാൽ മാത്രം. അല്ലെങ്കിൽ കോടതിയിലുള്ളൊരു മാറ്ററിൽ ലോ ഫേം നമുക്കൊരു ജെനുവൻ ആയിട്ട് അവരുടെ ഒരു കൺസേൺ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ ഈവൻ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെങ്കിലും ഫാമിലി, ഇപ്പോൾ ഞങ്ങൾ മാരീഡാണ്, എൻ്റെ ഹസ്ബൻഡിന് വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞ് തരാൻ പറ്റുമോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് വരുന്ന കോൾസ് എന്താണെന്നൊന്നും ഒരു 2 ദിവസത്തേക്കെങ്കിലും നോക്കി തരാൻ പറ്റും. അതൊന്നും ചെയ്യും. അപ്പോൾ പ്രൈവറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇതുപോലെ ഭർത്താവിനെയോ ഭാര്യനെയോ സംശയം ഉണ്ടെങ്കിൽ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. കാരണം എന്താ വെച്ചാൽ അതൊരു പ്രൈവസി ഇൻട്രൂഷനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം മക്കളുടെ കാര്യത്തിന് പേരൻസ് വരുമ്പോൾ തന്നെ ഞങ്ങൾ പറയും 18 ഇയേഴ്സിന് താഴെയാണെങ്കിൽ മാത്രം ഞങ്ങളെ സമീപിച്ചാൽ മതി. 18 വയസ്സിന് മീതെയുള്ള ഒരു കുട്ടിയുടെ കാര്യം ചോദിക്കാൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യമില്ല, കുട്ടിക്ക് പ്രൈവസി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സീനിയർ സിറ്റിസൺസ് ആകുമ്പോഴും ഇഫ് ദേ ആർ സിക്ക്, ദേ ആർ നോട്ട് വെൽ, അപ്പോൾ അവർക്ക് ചിലവർക്ക് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽസമൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ദെൻ വി വിൽ, അതൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുവന്നാൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് ഫാമിലി ഇഷ്യൂസ് ഞങ്ങൾ ചെയ്യില്ല. ആസ് എ പ്രിൻസിപ്പൾ 23 കൊല്ലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു കണക്കുകളൊക്കെ വളരെ വർദ്ധിച്ച് വരുന്നൊരു സാഹചര്യമാണുള്ളത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും അധികം ബാധിച്ച സൈബർ ക്രൈമുകൾ ഏതൊക്കെയാണ്? ലോൺ ആപ്സ്, ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ തയ്യാറാവുന്ന കണക്കുകൾ വെച്ച് നോക്കിയാൽ അതാണ് ഏറ്റവും കൂടുതൽ. ഈ പുറത്ത് സംസാരിക്കാത്ത തരത്തിലുള്ള സൈബർ ക്രൈമുകൾ ഏതൊക്കെയാണ്? ഞാനൊരു റിലേഷൻഷിപ്പിലാണ്, അതൊന്ന് ഞാൻ പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാൾ പിന്മാറുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണി മുതൽക്ക് ആ മറ്റേ ആളുടെ സ്വകാര്യ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക, അതായത് നമ്മൾ മോർഫിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് തന്നെ യൂസ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ വരേക്കും വളരെ റാമ്പൻ്റാണ്. പുറത്ത് പറയാൻ മടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് സ്വയം അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. 2, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് എനിക്ക് എൻ്റെ വിവരക്കുറവ് അതല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം മൊറാലിറ്റി ഇഷ്യൂ ഭയങ്കര കൂടുതലാണ് അതിനകത്ത്. ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ പെട്ടതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാവും. ഇപ്പോൾ ഏതാനും മാസം മുമ്പ് നമ്മൾ കൂടുതലായി കേട്ട ഒരു വാക്കാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മളധികം കേൾക്കുന്നുമില്ല. ഡിജിറ്റൽ അറസ്റ്റ് നമ്മൾ ഒരുപാട് ബോധവൽക്കരണം മനുഷ്യർക്ക് കൊടുത്തത് കാരണം അത് കുറഞ്ഞതാണോ അതോ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതാണോ? അത്രയും തന്നെ ഇമ്പാക്റ്റിൽ അല്ലെങ്കിലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റിൻ്റെയും കാര്യം സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇപ്പോൾ എനിക്കൊരു കോള് വന്നത് ഹൈദരാബാദ് സൈബർ പോലീസ് എന്നാണെന്നാണ് പറഞ്ഞത്. ഇന്നതല്ലേ നിങ്ങളുടെ ഇമെയിൽ ID എന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. നിങ്ങളുടെ ആധാർ നമ്പർ ഇതല്ലേ എന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു.
നിങ്ങളുടെ പേരിൽ ഒരു ബുക്കിംഗ് നടന്നിട്ടുണ്ട്, ഒരു പാർസൽ ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അതിനകത്ത് എത്രയോ ഫേക്ക് പാസ്പോർട്ട്സ് ഉണ്ട്, എത്രയോ ATM കാർഡ്സ് ഉണ്ട്, അതിനകത്ത് MDMA ഉണ്ട്, അതിനകത്ത് കറൻസി ഉണ്ട്, അതിനകത്തുള്ളത് കുറച്ച് പെൻഡ്രൈവ്സ് ഉണ്ട് വിത്ത് പോർണോഗ്രഫിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അയ്യോ ഇത് ഞാൻ അയച്ചിട്ടില്ല എന്നൊരു കാര്യം ഒന്ന് പേടിച്ച് പറഞ്ഞാൽ അവർ പറയണത് ഞങ്ങളുടെ സീനിയർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ വാട്സാപ്പിൽ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൈപ്പ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് അയച്ചു തരുന്നുണ്ട് എന്ന് പറയും. ഒരു വീഡിയോ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരും. ഈ വീഡിയോ പ്ലാറ്റ്ഫോമിൽ ഓൺ ചെയ്യുമ്പോഴേക്കും ബാക്കിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. യൂണിഫോം ഇട്ട് 2-3 പേര് അപ്പുറം ഇപ്പുറമൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു സീനിയർ ഓഫീസർ പോലെ ഒരാൾ വരും. എന്നിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ നിങ്ങളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാട്ടവും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ സറണ്ടർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫിസിക്കലി പോലീസിനെ അയക്കും, നിങ്ങളവിടെ ബറ്റാലിയൻ ഇങ്ങനെ ജീപ്പിൽ വരും, അത് വരും, വന്നിട്ട് നിങ്ങളെ അപ്പോൾ കയ്യോടെ അറസ്റ്റ് ചെയ്യും. അതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. 2 ഇത് എന്തിനാ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നാണോ ഇല്ലേ, നിങ്ങൾക്ക് പോർണോഗ്രാഫിക് സാധനമൊക്കെ കൊണ്ട് നടക്കാൻ, അതൊരു സോഷ്യൽ സ്റ്റിഗ്മ. 2 MDMA ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ ഫേക്ക് പാസ്പോർട്ട്സോ ഫേക്ക് ATM കാർഡ്സിനെക്കാട്ടിലൊക്കെ കൂടുതൽ മനുഷ്യർ ഗ്രൂ ചെയ്യണത് ഇതിലാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫോൺ കണ്ടിട്ടുണ്ടാവും. ഇത് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ പെട്ടുപോവുക ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ത്യൻ സാഹചര്യത്തിലായിരിക്കും അത് കൂടുതലും വഴങ്ങുന്നത് ആളുകൾ. കാരണം വിദേശത്ത് ഈ ഫോൺ കാണാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു സോഷ്യൽ സ്റ്റിഗ്മ ആവില്ലല്ലോ. പല കൾച്ചേഴ്സിലും ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. നമ്മുടെ രാജ്യത്തുള്ള പോലത്തെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇല്ല. GCC കൺട്രീസിലൊക്കെ പോയാൽ അവർക്ക് ഇതിലും കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുള്ളത് അബ്രോഡാണ്. അവരവരുടെ മോളുടെ സർജറിക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ വഴിക്ക് അവരവരുടെ ഷെയർ വരെയും ട്രാൻസ്ഫർ ചെയ്തു. അവർ ഇന്ത്യയിലുള്ള അവരുടെ റിയൽ എസ്റ്റേറ്റ്, അതായത് ഫ്ലാറ്റ്, വീട്, അതിൻ്റെ ആധാരം വരെയും അവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. അവർക്ക് അപ്പം ആവശ്യം ട്രാവൽ ചെയ്യാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരിതെല്ലാം റിട്ടേൺ ചെയ്യുന്നതാണല്ലോ പറയണേ. സാധാരണക്കാർ മൊബൈൽ ഉപയോഗിക്കുന്നതിലും നെറ്റ് ഉപയോഗിക്കുന്നതിലും നമ്മൾ അറിയാതെ ചെയ്യുന്ന ക്രൈമുകൾ ശരിക്കും എന്തൊക്കെയാണ്? ഭയങ്കര പ്രശ്നമാണ് ഈ ഫോർവേഡിങ് എന്നുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കുറേ റിസ്കുകൾ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ വിചാരിക്കണം എന്താ, നമ്മളൊരു സെൽഫി ഇട്ടു, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ പ്രൈവസി അടക്കം നമ്മൾ അറ്റ് സ്റ്റേക്ക് ഇടുകയാണ്. അപ്പോൾ അൺലെസ് ഇറ്റ്സ് എ പബ്ലിക് ഫംഗ്ഷൻ, ഇറ്റ്സ് എ ഓപ്പൺ ഫംഗ്ഷൻ, അതിൻ്റെ ഒന്നും പിക്ചേഴ്സ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. താങ്കളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, അതായത് ഹാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ വിവരങ്ങൾ മുഴുവൻ പലർക്കും കിട്ടാൻ അല്ലാതെ തന്നെ അത് അവൈലബിൾ ആണ് പറഞ്ഞു കേട്ടു. അതൊന്ന് വിശദീകരിക്കുമോ? എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടഭക്ഷണം എന്താണ്, എൻ്റെ ഇഷ്ട നിറം എന്താണ്, ഇതെല്ലാം അറിയാൻ എൻ്റെ സോഷ്യൽ മീഡിയ മാത്രം ബ്രൗസ് ചെയ്താൽ മതി. എൻ്റെ ട്രാവൽ അജണ്ട എന്താണെന്നുള്ളത് അറിയാനായിട്ട്. അത് കോൺഷ്യസ് ആയിട്ടല്ല ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയും. നമ്മുടെ ഇമോഷണൽ വീക്ക് സൈഡുകൾ എന്താ? തീർച്ചയായും ടോക്ക് ചെയ്യുന്നവർ മാത്രമല്ല, അതിപ്പോൾ AI നമ്മളെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 2 സെക്കൻഡ്സിന് മേലെ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ റീഡിങ് അസ്. പുറമേ നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഞാനീ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും എൻ്റെയും എൻ്റെ ഫ്രണ്ട് സർക്കിളിനെയും നോക്കിയാൽ ഞാൻ ഇന്ന് എവിടെയാണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ്, ഇപ്പോൾ ലൈക്ക് സെലിബ്രിറ്റീസ് എല്ലാം ഇടുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അവരൊക്കെ കോൺഷ്യസ് ആയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് ഇതിനെ കോപ്പി ചെയ്യാൻ നോക്കുന്ന നമ്മളൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഹോം ടൂർ നടത്തുമ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കുറച്ച് കേസസ് എന്താ വെച്ചാൽ, കുട്ടികളുള്ളൊരു വീടാണെങ്കിൽ ആ കുട്ടിയുടെ ഇന്നർ റൗണ്ടിലുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതേസമയം നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടി വന്നിട്ട് പെട്ടെന്നൊരു വാശി പിടിക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് ഹാൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം കുട്ടിയെ സൂതൻ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടിയെ സൂതൻ ചെയ്യാനോ ടെംപ്റ്റ് ചെയ്യാനോ എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്ന് പറയുമ്പോൾ, എക്സാമ്പിൾ ഞാനൊരു 4 ലിപ്സ്റ്റിക്ക് പുറത്തിട്ടിട്ട് പറയുകയാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്, എനിക്കിത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിങ്ങൾ ഒരേ തരത്തിൽ ഒരേ കളറിലുള്ള പൂക്കൾ കാണുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ അങ്ങനത്തെ ഒരു സാധനം കാണുകയാണ്, നെക്സ്റ്റ് ടൈം യു നോ വാട്ട് ടു ഗിഫ്റ്റ് മീ. ഒരു ടോട്ടൽ സ്ട്രേഞ്ചറും എനിക്കിഷ്ടമുള്ള ഒരു സാധനം കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു ചിരിയുണ്ട്, മനുഷ്യ സഹജമായി വരുന്നൊരു ചിരിയുണ്ട്. വെർ യു ബ്രേക്ക് ദ സ്ട്രേഞ്ചർ സ്ട്രിങ്. നമ്മളൊരാളെ സംശയത്തോടു കൂടി നോക്കുന്നതിന് പകരം അവിടെ ഒരു ചിരിയോടുകൂടി നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കുറയുകയാണ്. അവസാനിപ്പിക്കാൻ പറ്റണം, പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു ചുവന്ന ഫ്ലവേഴ്സിൻ്റെ വേസാണ് എൻ്റെ എല്ലാ റൂമിലും ഒരെണ്ണുണ്ട്.
ഓട്ടോമാറ്റിക്കലി പീപ്പിൾ നോ ഐ ലൈക്ക് റെഡ് ഫ്ലാഗ്സ്. ഒരു ദിവസം നമുക്ക് വീട്ടിലേക്ക് ബെല്ലടിച്ചിട്ട് ഒരാൾ ചുവന്ന പൂക്കൾ അയക്കുകയാണ്, ആരാന്നോ എന്താണെന്നോ ഒന്നുമില്ല. രണ്ടാമത്തെ ദിവസവും വരുന്നു, നമ്മൾ കളക്ട് ചെയ്ത് ഇതാരാ അതെന്ന് ചോദിക്കും. താഴത്ത് പറ്റിയ വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കും, അല്ലെങ്കിൽ താഴത്ത് CCTV ഉണ്ടെങ്കിൽ ഒന്ന് അതിനകത്ത് നോക്കാൻ പറ്റും, ഇതാരാ ഈ കൊണ്ടുവരണേ നോക്കാൻ പറ്റുമോ നോക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതെ. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ക്രൈമാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഹറാസ്മെന്റ് ആണ്, ആക്ച്വലി ഇമോഷണൽ ആൻഡ് മെന്റൽ ഹറാസ്മെന്റ് ആണ് നമ്മൾ പോകുന്നത് അതിനകത്ത്. ഈ സൈബർ ഇടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ക്രൈമാണെന്ന തിരിച്ചറിവില്ലാത്ത നമ്മൾ കുറേ വിഷയങ്ങളുണ്ടാവുമല്ലോ. ആ രീതിയിൽ പൊതുവായിട്ട് മനുഷ്യർ ഇത് ക്രൈമാണെന്ന് തിരിച്ചറിയാത്ത കുറേ സൈബർ ക്രൈമുകളൊന്നും എടുത്തു പറയുമോ? ഇതുപോലെ സ്റ്റോക്കിംഗ് ഒരു ക്രൈമാണോ എന്നുള്ളത് അറിയില്ല. ബ്ലാക്ക് മെയിലിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് അതൊരു ക്രൈമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ അതറിയില്ല. പലപ്പോഴും അതിനൊരു റിക്കോഴ്സ് ഉണ്ടെന്നോ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോന്നോ അറിയില്ല. അതായത് നീ എന്നെ കല്യാണം കഴിച്ചില്ലേ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ക്രൈമല്ലേ? പലപ്പോഴും പല ഇഷ്യൂസിൽ വരുമ്പോൾ നമുക്ക് വൾണറബിൾ ആയിട്ടുള്ള ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുക. അതാണായാലും പെണ്ണായാലും ഷെയർ ചെയ്യുന്നത് ഇത്തരം ഒരു ഭീഷണിയുടെ പുറത്താണ്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ വരുന്നത് പോലും അത് എൻ്റെ എഗെയിൻസ്റ്റ് ഉള്ള ഒരു ക്രൈമാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നില്ല. പെൺകുട്ടികളൊക്കെ ഈ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ പാർട്ട്നേഴ്സിന് അയക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നുള്ള ഇതിലാണെന്ന് പൊതുവേ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ഉറപ്പില്ലാത്തൊരു കാലമാണല്ലോ. എപ്പോഴും ചോയ്സസ് നമുക്ക് മാറാം, പ്രശ്നങ്ങൾ ഉടലെടുക്കാം. എന്നിട്ടും ഇപ്പോഴും ആളുകൾ തങ്ങളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് അത്രയും വിശ്വാസം ഉണ്ടെന്ന് കരുതി ഷെയർ ചെയ്യുന്നൊരു പ്രവണത ഇപ്പോഴും ഉണ്ടോ? ധാരാളമുണ്ട്, എണ്ണത്തിൽ കൂടുതൽ തന്നെയാണ്. അതായത് ഇപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന കേസസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്തിട്ടിട്ട് ഈ വൈഫിൻ്റെ സിബ്ലിംഗ് സൂയിസൈഡ് ചെയ്ത കേസ് വരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് ഫോട്ടോ ഇടുന്നു, എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേർ ഇങ്ങനത്തെ ആളാണ് എന്നുകൊണ്ട് ഇങ്ങനെ കുറേ പായ പോലെ ഇടുന്നു, എൻ്റെ ഭർത്താവ് ഇന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞ് കുറേ പായ പോലെ ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം വൺസ് ഓൺ ഇൻ്റർനെറ്റ് ഫോർ എവർ ഓൺ ഇൻ്റർനെറ്റ് ആണ്. ഈ കേസുകളിൽ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്ത ഹോണ്ട് ചെയ്ത കേസുകൾ ഉണ്ടാവില്ലേ? കുട്ടികളുടെ അബ്ഡക്ഷൻ, കുട്ടികളെ സംബന്ധിച്ചോളം ഉള്ള അഡിക്ഷൻ, കുട്ടികളെ സംബന്ധിച്ചുള്ള ഗെയിമിങ് പ്രോബ്ലംസ്, അതിൽ കൂടെ അവർക്ക് നഷ്ടപ്പെടുന്ന പ്രൈവസി. കുറേ കുട്ടികൾ ഇതിനകത്ത് സബ്സ്റ്റൻസ് അഡിക്ഷനിൽ പോലും വിധേയമാവുന്നുണ്ട് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ പോലീസിൽ എത്തണ്ടല്ലേ? അതെങ്ങനെ നമ്മൾ മിനിസ്ട്രിയുടെ വരുന്ന റെഫറൻസ് വരുന്ന കേസസ് ആണ് അതിനകത്ത്, അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഓർഗനൈസേഷനായിട്ട് വരുന്ന ഒരു സാധനമല്ല. ടീച്ചർ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചൊരു ചോദ്യം, വീട്ടിൽ മക്കളുണ്ടോ? വളരെ ഇൻസെൻസിറ്റീവായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ മക്കളൊന്നും ചെയ്യില്ല, എൻ്റെ മക്കളൊന്നും, ഭയങ്കര ഡിഫെൻസീവായി അവർ. നമ്മുടെ വിശ്വാസം അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ നിങ്ങൾ നോക്കുമ്പോൾ കുട്ടി ഓൺലൈൻ ഗെയിമിൽ കളിക്കുന്നുണ്ട്, കൂടെ കളിക്കുന്ന ഫ്രണ്ട്സ് ആരാന്ന് ഈ കുട്ടിക്ക് അറിയില്ല. ഗെയിമിലുള്ള നെക്സ്റ്റ് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിച്ചേരാൻ പറഞ്ഞു. അത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അധികം പൈസയൊന്നുമില്ല, ഒരു 12.5 ലക്ഷം. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയാം. ഞാൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുള്ളത് വളരെ രസകരമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, മുഴുവനൊന്നും പറ്റില്ല. മുഴുവനൊന്നും പറ്റില്ല. ചിലത് ഇത് ആർക്കൊക്കെയാ പോയെന്നുള്ളത് നോക്കിയിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ അവരും തയ്യാറാവും. അതും ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റിഗ്മ അങ്ങനെയൊക്കെ, കാരണം they don't want to publicize it. ഇത്തരം കേസുകൾ ഡീൽ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ഫാമിലിയുടെ കാര്യത്തിൽ വല്ല നിയന്ത്രണങ്ങളും എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടികളുടെ ഒരു ഇഷ്യൂ ആയിട്ട് മുമ്പിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര പേഴ്സണലാവും. എനിക്ക് വേണമെങ്കിൽ അതൊരു ഓക്യുപ്പേഷണൽ ഹസാർഡായിട്ട് എൻ്റെ വീട്ടുകാരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ ആദ്യം വിളിച്ചിട്ട് ചോദിക്കണേ പിള്ളേർ വീട്ടിൽ. എൻ്റെ മൂത്ത ആൾ 18 വയസ്സ് വരേക്കും അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. സോ ഇഫ് ഹിസ് സോഷ്യൽ മീഡിയ റിങ്സ് ഇറ്റ് യൂസ് ടു റിങ് ഓൺ മൈ ഫോൺ ഓൾസോ. അപ്പോൾ സ്വാതന്ത്ര്യക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ ഒരു ഇൻറ്റിമേറ്റ് സ്പേസിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് പോലും എനിക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. ഞാൻ എന്നും പറയുന്നൊരു കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതേ കം ടു മീ. എനിക്കെന്തെങ്കിലും പറ്റും ഞാൻ എവിടെ പോവും. സോ യു ഹാവ് ടു ബി മോർ കെയർഫുൾ. മക്കളും വ്യക്തികളാണെന്നാണല്ലോ പൊതുവെ പറയുക. അവരെ ബഹുമാനിക്കണം. പഴയ രീതിയിലുള്ള അധികാരം പ്രയോഗിക്കലോ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്നാണല്ലോ പൊതുവെ പറയുന്നത്. അതേസമയം പാരന്റൽ കൺട്രോൾ ആപ്പുകളുണ്ട്, അത് ഉപയോഗിക്കുന്ന പാരൻസും ഉണ്ട്. അതിലെന്തെങ്കിലും നൈതിക പ്രശ്നമുണ്ടോ?
ഞാൻ ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പാരൻ്റൽ കൺട്രോൾ ആപ്സ് വേണമെന്നും അത് ചെയ്യണമെന്നും നിർബന്ധമായിട്ടും ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു കാരണം എന്താ വെച്ചാൽ കുട്ടികൾ വ്യക്തികളാണ്, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഡെഫിനറ്റ്ലി മനസ്സിലാക്കണം. 18 വയസ്സ് വരെ അവരുടെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ അഡൽട്ട്സാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും അവരെ മോണിറ്റർ ചെയ്യണം. അവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, അവരേത് സ്കൂളിൽ പഠിക്കണം, അവരെന്ത് യൂണിഫോം ഇടണം, ഇതെല്ലാം നമ്മളെ തീരുമാനിക്കണം. അപ്പോൾ അവരെന്ത് കാണണം, എന്ത് രീതിയിലേക്ക് കാണണം, ഏത് തരത്തിലുള്ള എക്സ്പോഷറിലേക്ക് പോകണം എന്നുള്ളതും നമ്മുടെ കൺട്രോളിലാണ്. അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ചെറിയ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിയുമ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ വരും, ഡോണ്ട് കം ബാക്ക് ടു സ്കൂൾ, എൻ്റെ പേരൻസിനെ കാണരുത്, പിന്നെ ഹോപ്പ് വി നെവർ മീറ്റ് അഗൈൻ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എനിക്ക് വരും. കാരണം ദർ ഇസ് എൻ അഡിക്ഷൻ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ലിക്കറോ ഡ്രഗ്സോ സ്മോക്കിങ്ങോ ചെറിയ കുട്ടിക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് അഡിക്ഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും ഇതുകൊണ്ടേ കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ഇഷ്യൂ. ഇതേ പാരന്റൽ കൺട്രോൾ ആപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ ഉപയോഗിച്ചും കപ്പിൾസ് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യനെയോ പിന്തുടരുന്ന രീതികളുണ്ടല്ലോ. അത് പലപ്പോഴും സ്നേഹക്കൂടുതൽ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ള പല തരത്തിലുള്ള പേരുകൾ ഉപയോഗിച്ചിട്ട് അതിനെ പൊതിഞ്ഞു കെട്ടിയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ ഒരു ക്രൈം ഒളിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും അത് ഇൻട്രൂഷൻ ഓഫ് പ്രൈവസിയാണ്, അത് പറ്റില്ല. എന്താണ്, സ്പൗസ് തമ്മിൽ മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സിലും ഈ പറയുന്ന കാര്യം 18 വയസ്സിന് മീതെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഒരു കാരണം കൊണ്ട് തന്നെ ബോസ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഫോണ് അല്ലെങ്കിൽ തിരിച്ച് അങ്ങനത്തെ ഒരു കാര്യത്തിലും നമുക്ക് ഇൻ്റർവീൻ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് നമുക്ക് ജീഡിയാട്രിക് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് നമുക്കൊരു പേരൻ്റൽ കൺട്രോൾ പോലെ തന്നെ ഒരു ജീഡിയാട്രിക് കൺട്രോൾ എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ 18+ ആണ്, അവർക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് ചിന്തിക്കാം. ഇൻവേഷൻ ഓഫ് പ്രൈവസിയാണ്, ക്രൈമാണ്. നമ്മൾ പൊതുവേ ഇല്ലേ കോളുകൾ സുരക്ഷിതമാവണം എന്ന് കരുതിയിട്ട് വാട്സപ്പിലൂടെ വിളിക്കുന്നൊരു പ്രവണത പൊതുവേ കണ്ടുവരുന്നുണ്ട്. ശരിക്കും വാട്സപ്പ് കോളുകൾ മറ്റു കോളുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സുരക്ഷിതം തന്നെയാണോ? കോളുകൾ യെസ്, റിലേറ്റീവ്ലി സുരക്ഷിതമാണ്. കാരണം എന്താ വെച്ചാൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലും പറ്റില്ല. അപ്പോൾ വേറൊരാൾ നമ്മളൊരു കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് ഇതിൻ്റെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കംപ്ലീറ്റ്ലി സേഫാണെന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. കാരണം ഈ വാട്സാപ്പിൽ തന്നെ വരുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫോൺ ക്ലോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റേ ക്ലോണിലും നടക്കും. അതിപ്പോൾ എന്തായാലും നടക്കും, കോൾസും മെസ്സേജസും എല്ലാം നടക്കും. അപ്പോൾ നമ്മളൊരു യൂസിങ് എങ്ങനെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും 100% സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം യെസ്, ഇടയിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ഇവിടെ മുതൽക്ക് ഇവിടം വരെയുള്ള ട്രാൻസാക്ഷൻ ഇസ് എൻക്രിപ്റ്റഡ്. ഈ 2 ഗാഡ്ജറ്റിൽ ഏത് ഇൻഫിൽട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കോംപ്രമൈസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇടയിൽ ഒരാൾക്ക് ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉന്നത പദവികളിലൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിച്ച് കാണുന്നത് ഈ ഐഫോണുകളാണ്, സുരക്ഷിതമാണെന്ന് കരുതിയിട്ട്. ഐഫോൺ ശരിക്കും മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ഒരു സുരക്ഷിതത്വ ലെവൽ എത്രത്തോളം കൂടുതലാണ്? ഏതെങ്കിലും ഒരു സ്പൈവെയറോ മാൽവെയറോ ഒക്കെ ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ഐഫോണിൻ്റെ ഒരു മെക്കാനിസം അനുസരിച്ചിട്ട് അവരുടെ ഒരു റൂട്ടീൻ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാൽവെയർ ഉണ്ടെങ്കിൽ അത് ട്രാഷ് ചെയ്യും. എന്ന് വിചാരിച്ചാൽ അത് 100% സെക്യൂർ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ കുറേയൊക്കെ റീസണബിളി പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഈ ഹൈ എൻഡ് നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വളരെ ഹൈ എൻഡ് ഓഫീസേഴ്സൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് അവർ പഴയ കീപാഡിൻ്റെ കുഞ്ഞി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മാറി തുടങ്ങി. കാരണം സ്മാർട്ട് ഫോൺസ് ദേ ഹാവ് ദിസ്. പഴയ നോക്കിയ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ ഇപ്പോൾ കാണാം. ഇപ്പോൾ ആദ്യം കാണാം. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും സേഫ്. ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഗോ ബാക്ക് ടു ദാറ്റ് ഫോൺ. ഐഫോണിന് വേറൊരു ഗുണം ഉള്ളത് സെർച്ച് ഹിസ്റ്ററി ഇല്ല എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ വരുന്നുണ്ടല്ലോ. ലീഗലി അത് ബൈൻഡിങ് അല്ല. കാരണം എന്താ വെച്ചാൽ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ചോദിച്ചാൽ അവർ കൊടുക്കണം. ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ആണല്ലോ എന്ന് സമാധാനിക്കാമല്ലോ. അല്ലാത്തവർക്ക് അത് അത്ര എളുപ്പമാവില്ല. അല്ലാത്തവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ റിക്കവറിങ് പ്രോസസ്സ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഐഫോൺ ലോക്കായി പോയാൽ അതിൻ്റെ ഡേറ്റ റിക്കവർ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ബുദ്ധിമുട്ട് എന്നേ പറയാം, ഒരിക്കലും 100% സെക്യൂർ അല്ല.
നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഇൻകോഗ്നിറ്റോ മോഡിലാക്കിയിട്ട് ബുക്ക് ചെയ്യില്ല. കാരണം നമ്മൾ ആവശ്യക്കാരാന്ന് പറയുമ്പോൾ അവർ വില കൂട്ടുന്ന ഒരു രീതി വരുന്നുണ്ടല്ലോ. അത് ശരിക്കും ആ ഒരു ട്രിക്ക് ശരിക്കും ഫലവത്ത് തന്നെയാണോ? ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്യണ സമയത്ത് നമ്മുടെ മാക് ഐ ഡി, നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ലൊക്കേഷൻ ഇതെല്ലാം അവർക്ക് കിട്ടും. അപ്പോൾ കാലിക്കറ്റിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നതിൽ ഒരു ഫീമെയിൽ യൂസർ അവർക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യം നോക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ പ്രാവശ്യം സെർച്ച് ചെയ്യും, മൂന്നാമത്തെ പ്രാവശ്യം സെർച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് വില കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പല പ്ലാറ്റ്ഫോംസിലും നോക്കിയാൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് കിട്ടുന്ന വിലയെക്കാട്ടിലും കൂടുതലാണ് ഐഫോൺ യൂസേഴ്സിന്. അതെ, അതിപ്പോ ഗ്ലോബലി സിനാരിയോ ഊബർ യൂസ് ചെയ്യുമ്പോൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ കാശ് കൂടുതൽ വരുന്ന ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം അത് ചെയ്യുന്നുണ്ട്. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഗ്ലോബലി നടക്കുന്ന ഒരു സംവിധാനമാണ്. ഐഫോൺ യൂസേഴ്സ് ഹാവ് ടു പേ മോർ. അവർക്ക് അഫോർഡബിൾ. EMI-ലേക്കൊക്കെ വന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ ഐഫോൺ. അങ്ങനെ ഒരു പ്രത്യേക ക്ലാസിന്റെ മൊബൈൽ അല്ല ഇപ്പൊ. പക്ഷേ നോർമൽ ഇതെന്താ വെച്ചാൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാവാം. നമ്മുടെ ഒരു സെർച്ച് ഹിസ്റ്ററിക്ക് അനുസരിച്ചാണല്ലോ ആഡ്സുകൾ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മുടെ വോയിസ് എടുക്കുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ ഫോണിലൂടെയും കൂടിയല്ല സംസാരിച്ചത്. നമ്മളെ അച്ഛൻ്റെ അടുത്തൊക്കെ എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് സോക്സ് വേണമെന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് പരസ്യം വന്നു, കാലുവേദനയ്ക്ക് സോൾ സോക്സുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നമ്മുടെ ഫോണും ഫോട്ടോസും ക്യാമറയും ഒക്കെ നമ്മൾ ഈവൻ ഓപ്പൺ അല്ലെങ്കിൽ കൂടി ഇവർ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ വോയിസ് അസിസ്റ്റൻ്റ് ഓൺ ചെയ്തിടല്ലേ, സിറി ഓൺ ചെയ്തിട്ടാണ്, ഗൂഗിൾ വോയിസ് അസിസ്റ്റൻ്റ് ഓൺ ചെയ്തിട്ടാണ്. അവരെങ്ങനെയാണ് തീരുമാനിക്കുക നമുക്ക് ആവശ്യമുള്ള സമയം എപ്പോഴാണെന്നുള്ളത്? സോ കോൺസ്റ്റൻ്റ്ലി ദേ കീപ് റെക്കോർഡിങ്, ദേ യൂസ് അസ്. പക്ഷെ ചില ആളുകൾ പറയും അത് എനിക്ക് സൗകര്യം, കാരണം എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം അവർ തരുന്നു, ആഡിലൂടെ തരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ആഡ് വരിക എന്ന് പറയുന്നത് നമുക്ക് ഉപകാരം കൂടിയല്ലേ? അങ്ങനെയും ചിന്തിച്ചൂടെ അതിനെ അങ്ങനെ ചിന്തിക്കണോ എന്നുള്ളതിനകത്ത് ആ പറയുന്ന ഉപകാരപ്രദമായ ആഡ്സ് ജെനുവിനും കൂടി ആവണം. മറ്റേത് അതല്ല, പുഷിങ് കൺസ്യൂമറിസത്തിന് എങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേത്ത്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് വേണം എന്നുള്ളത്. നമ്മുടെ വോയിസ് നമ്മൾ അറിയാണ്ട് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റുക? ഓഫ് ചെയ്തിട്ട് എവിടെ പോയിട്ട് വോയിസ് അസിസ്റ്റൻറ്റ് പോയിട്ട് ഓഫ് ചെയ്തിടുക. അത് ഫോണിലെ സെറ്റിംഗ്സ് എടുത്തിട്ട് ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റ് ഓഫ് ചെയ്തിടുക, ഗൂഗിൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിടുക. പക്ഷേ നമുക്കിപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഊബറിനും ഡെലിവറി സിസ്റ്റത്തിനും നമുക്ക് ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടേ പറ്റൂ. വോയിസും ബ്രൗസ് ഹിസ്റ്ററിയും പിന്നെയും നമുക്ക് പോട്ടേന്ന് കരുതാം. പക്ഷെ നമ്മുടെ ക്യാമറ നമ്മൾ ഓണാക്കാതെയും അവർ നമ്മളെ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ഫോൺ കോംപ്രമൈസ്ഡ് ആയാൽ ക്യാമറ യൂസ് ചെയ്യാം. കോംപ്രമൈസ്ഡ് ആയാൽ മാത്രമേ ഉള്ളൂ. ഫോൺ കോംപ്രമൈസ്ഡ് ആയാൽ മാത്രമേ ക്യാമറ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചില ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആപ്പിൻ്റെ പെർമിഷൻസിലുണ്ടാവും ക്യാമറ, ഗാലറി, മെസ്സേജസ്, വോയിസ് മെസ്സേജസ്, വോയിസ് കോൾസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർക്ക് കൊടുക്കും. ആ പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നാച്ചുറലി അത് അവർ യൂസ് ചെയ്യും. ഇതുവരെ പൊതുസമൂഹത്തിന് അധികം അറിവില്ലാത്ത എന്തെങ്കിലും പുതിയ വെറൈറ്റി തട്ടിപ്പുകളുണ്ടോ? എന്നോട് ചോദിച്ചാൽ തട്ടിപ്പൊക്കെ ഒന്ന് തന്നെയാണ്. ഈ തട്ടിക്കാൻ വേണ്ടിയിട്ട് മെനയുന്നൊരു കഥയുണ്ടല്ലോ, ആ കഥകളിലാണ് വെറൈറ്റി വരുന്നത്. പണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഡേറ്റിംഗ് ആപ്സ്, അല്ലെങ്കിൽ പണ്ട് ഈ ചാറ്റ്, ഏതെങ്കിലും ഒരു ഫോറിൻ ലേഡി അപ്രോച്ച് ചെയ്യും, ഫോട്ടോ അയച്ചു കൊടുക്കും, അവസാനം ഇവർ സംസാരിച്ച് ദേ വിൽ ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. അവർ വിസയും പാസ്പോർട്ടും ഒക്കെ അയച്ചു കൊടുക്കും ഇങ്ങോട്ട് വരാനുള്ളത്. ഇയാളിവിടെ റെഡി ആയിട്ട് നിൽക്കും ഇവരെ വെൽക്കം ചെയ്യാനായിട്ട്. പിന്നെ ഒരു സാഡ് സ്റ്റോറി വരിക, കള്ളുകുടിയനായ അച്ഛൻ അല്ലെങ്കിൽ സിക്കായിട്ടുള്ള അമ്മ, അതല്ലാന്നുണ്ടെങ്കിൽ 8 സിബ്ലിങ്സ്, നമ്മൾ പണ്ട് പറയുന്നത് ഈ സോബ് സ്റ്റോറി വരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ. ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വരും, ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടുന്ന് പല രീതിയിലുള്ള പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പൈസ അയച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനൊരു കുട്ടിയുമില്ല, ഇങ്ങനൊരു കഥാപാത്രം. ഞാൻ പറയും ഏത് പെൺകുട്ടിക്കുമുള്ള കോമൺ നെയിമാണ് ജൂൺ, ആഞ്ചലീന, ഏഞ്ചൽ. പക്ഷെ അവരുടെ സാഡ് സ്റ്റോറിയുടെ ഭാഗം മാത്രം മാറും. അപ്പോൾ ഈ ഒരു സ്റ്റോറി പാക്കേജിങ്ങിലാണ് വ്യത്യാസങ്ങൾ വരുന്നത് മുഴുവനും. ആ കഥകളിൽ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, ഫോറിന് ഗിഫ്റ്റ് റിസീവ് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും പോർട്ടിൽ നിന്നുള്ള കസ്റ്റംസ് ഓഫീസർ വിളിക്കും, നിങ്ങളുടെ ഒരു പാർസൽ ഇവിടെ എത്തിയിട്ടുണ്ട്, അതിനകത്ത് മുഴുവനും ഡോളറുണ്ട്, പാസ്പോർട്ടുണ്ട്, ഐപാഡ് ഉണ്ട്, അല്ലെങ്കിൽ ഐഫോൺ ഉണ്ട്, ജ്വല്ലറി ഉണ്ട്. അപ്പോൾ ഇതൊന്നും കസ്റ്റംസ് പൈസ അടയ്ക്കേണ്ട വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ ജയിലിലിടും. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രൊഫൈൽസ് മാട്രിമോണിയൽ സൈറ്റുകളിൽ വരെ ഉണ്ട്. ഫാമിലീസിനെ വരെ പറ്റിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നത് ആ കുട്ടിയുടെ ഫാമിലി ആണ് പറഞ്ഞിട്ടാണ് ഈ കുട്ടി അവരോട് സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ.
അപ്പോൾ ആ പെൺകുട്ടിയുടെ ഫാമിലി ഈ കുട്ടിയെ നല്ലോണം പറ്റിച്ചു. 72 ലക്ഷത്തിന് ഫ്ലാറ്റൊക്കെ വിറ്റ് പൈസ അയച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആര് വിളിച്ചിട്ട് എന്ത് പറയുകയാണെങ്കിലും പറയാം, നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറയാം, ഞങ്ങൾ അവിടെ പോയിട്ട് ഡീൽ ചെയ്തോളാം എന്ന് പറയാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനകത്ത് 1000 രൂപ ഇടുന്നു, 1000 രൂപയിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് കാണിച്ചു തരുന്നു. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് KYC ചോദിക്കുന്നു. അതൊക്കെ വളരെ ജെനുവിനായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം വരുന്നു. 1000 രൂപ ഇന്നലെ ഇട്ടത് ഇന്നത്തേക്ക് തന്നെ 10000 ആയി. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ 10,000 റീഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയും. അത് എല്ലാം കഴിഞ്ഞ് ഒരു 4 ദിവസം കൊണ്ട് ഈ പറയുന്ന 1,000 10,000 ഇട്ട ആൾക്കാർ പിന്നെ ഇടുന്നത് ക്ലോസ് ടു 13-14 lakhs ആണ്. മിഡിൽ ക്ലാസ് ആണോ ഇതിൽ പെടുന്നത്? അങ്ങനെ ഒരു സെഗ്രിഗേഷനേ ഇല്ല. മിഡിൽ ക്ലാസ് ആണെങ്കിൽ മാക്സിമം ലോസ് ഒരു 10-20 lakhs ബിറ്റ്വീനിൽ നിൽക്കും. അതിനും താഴെയുള്ളവർ ഒരു 2.5-3 ലക്ഷത്തിൻ്റെ ലോസിൽ നിൽക്കും. അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിൽ 1 ചില്ലാൻ കോടിയും 2 ചില്ലാൻ കോടിയും ഒക്കെ. ഇപ്പോൾ നമുക്ക് 6 crores വരെയും പോയ ആൾക്കാരുടെ കേസ് കേരളത്തിലുണ്ട് കേട്ടോ. എനിക്ക് ഈ പൈസ തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ പറയാം, ഇത് എടുക്കണമെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ആ എടുക്കണം എന്ന് പറഞ്ഞ മുതൽക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഓൺലൈനിൽ തെറ്റായി. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ 2 പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു, നിങ്ങളുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മിസ്റ്റേക്ക് ഇഗ്നോർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പെനൽറ്റി അടക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അപ്പോൾ അടുത്തത് പറയുന്നത് ഒരു വലിയ സംഖ്യയായിരിക്കും. ആ ഒരു നെക്സ്റ്റ് ജമ്പ് ഇമ്പോസിബിൾ ആവും. ഏതെങ്കിലും കേസിൽ റിക്കവറി സാധ്യമായിട്ടുണ്ട്? വളരെ കുറച്ച്, അതായത് ഒരു 10-25 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 4 lakhs ഒക്കെ ഈ റെഡ് ഫ്ലാഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം, അക്കൗണ്ട് ഫ്രീസിങ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സംഗതി നടന്നിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് പൈസ നഷ്ടപ്പെട്ടു, ഞാൻ പറയാണ് ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ അക്കൗണ്ടുകളിലേക്കാണ് ഞാൻ പൈസ അയച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ 4 അക്കൗണ്ടുകളിലേക്കുള്ള ബാങ്കുകളിലേക്ക് ഇൻഫർമേഷൻ പോവും, ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആ അക്കൗണ്ടിൽ എത്രയാണോ പൈസയുള്ളത് ആ പൈസയാണ് ബ്ലോക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഫസ്റ്റ് ടയർ. ഈ ഫസ്റ്റ് ടയറിലുള്ള അക്കൗണ്ടിലെ പൈസയൊക്കെ ചെന്ന് വീഴുന്ന അതേ സെക്കൻഡിൽ അവർ ട്രാൻസ്ഫർ ചെയ്യും. അതിനകത്ത് കുറേ ഭാഗങ്ങൾ പോകുന്നത് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള റിവാർഡാണ്. അപ്പോൾ ഈ പറയുന്ന പൈസയിലേക്ക് പോകുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ പറയും. ആ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. ദെൻ സെക്കൻഡ് ടയർ, തേർഡ് ടയർ, മിക്കവാറും ഒരു 13ാമത്തെ ടയറിലൊക്കെ വരുമ്പോഴാണ്, 8 തൊട്ട് 13 ടയർ വരെയുള്ള അക്കൗണ്ട്സിലേക്ക് പോകുമ്പോഴാണ് പൈസ എന്തെങ്കിലും ഒരു ജങ്ക് വാല്യൂ അവിടെ ഉണ്ടാവുക. മറ്റേത് 5 ലക്ഷം ഇട്ട അക്കൗണ്ടിൽ 5000 രൂപ പോലും ഉണ്ടാവില്ല. ആ 8ാമത്തെയോ 13ാമത്തെയോ ടയറിൽ ഞങ്ങൾ വേറെ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ അവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ ജെനുവിൻ ആയിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്ത് ബില്ല് റേസ് ചെയ്ത് ട്രേഡ് ചെയ്തുള്ള ആൾക്കാർ, ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിന് പൈസ കിട്ടേണ്ട ആൾക്കാർ, എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരുടെ നെക്സ്റ്റ് ഫീസ് അടച്ചിട്ടുള്ളതിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തു, അയാൾ വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്തു, ഞാൻ അയച്ചത് തന്നെ തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കാമിലേക്കാണെന്ന് പറയുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും റെഡ് ഫ്ലാഗ് ചെയ്ത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ റെഡ് ഫ്ലാഗ് ചെയ്ത് ബ്ലോക്ക് ചെയ്യണതിൽ വന്നിട്ടുള്ള ഒരു എമൗണ്ടൊക്കെയാണ് ഞാൻ ഈ പറയുന്ന 4 lakhs ഒക്കെ വരുന്നത്. അതും തിരിച്ച് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ ജെനുവിനായിട്ടാണ് ആ പൈസ വാങ്ങിച്ചിട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അവർക്കും സമ്മതിക്കണം, അവരും കോടതിയെ സമീപിക്കും. അപ്പോൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ പോലീസിൽ അറിയിച്ചാലാണ് റിക്കവറി സാധ്യത കൂടുതലുള്ളത്? ഏറ്റവും പെട്ടെന്ന്. ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാലല്ല കേട്ടോ, ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്ത ഇമ്മീഡിയറ്റ്ലി റെഡ് ഫ്ലാഗ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ടയർ അല്ലെങ്കിൽ സെക്കൻഡ് ടയറിന് നമുക്ക് കുറേയൊക്കെ റെഡ് ഫ്ലാഗ് ചെയ്ത് കിട്ടും. അതർവൈസ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ഇതിനകത്തൊക്കെ നമ്മൾ പെർക്കുലേറ്റ് ചെയ്ത് വരുന്നത് ഡേറ്റ ലോസ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് സൂക്ഷിക്കാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, വേണം. നമ്മുടെ ഇപ്പോൾ DPDP ആക്ട് വന്നതിന് ശേഷം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനൊരു സംവിധാനം ഇല്ലാത്ത പക്ഷം നമ്മുടെ ഡേറ്റ എവിടെ കൊടുക്കുന്നതും നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. മാളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴേ വലിയ ബമ്പർ പ്രൈസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു മാളിലും നമ്മൾ 1 മാസമോ 2 മാസമോ 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈസ് കൊടുക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നതാണ്? തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ തന്നെയാണത്. അതിനകത്ത് പ്രൈസ് കൊടുക്കണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഇത് ഡേറ്റ കളക്ഷനാണ്.
അതാ പറഞ്ഞത് DPDP ആക്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്തിനു ഉപയോഗിക്കണോ എങ്ങനെ ഉപയോഗിക്കണോ അത് എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഉപയോഗിക്കണം എന്നത് കളക്ട് ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആളിലെ കൂപ്പൺ മത്സരങ്ങൾ കണ്ട് വീഴേണ്ടതില്ല അല്ലേ? ഡേറ്റ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അവർ സൂക്ഷിച്ചിട്ടാണോ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു 2 സ്ഥലത്ത് 2 പേര് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളെല്ലാം ഇത് സെക്യൂരിറ്റൈസ് ചെയ്യും. ഏത് സ്ഥാപനം റിസ്ക് എടുക്കുക? കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പെനൽറ്റി 250 കോടി വരെയാണ്. ഏത് സ്ഥാപനത്തിന് 250 കോടി പെനൽറ്റി വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക ഇന്ന് ഈ നാട്ടിൽ? പറ്റില്ല. സോ ഇത് പൊതുജനം ഇത് നല്ലോണം അറിഞ്ഞ് 2 പേര് ചോദ്യം ചോദിച്ചാൽ എല്ലാ ഓർഗനൈസേഷൻസും ഇതിനെ സെക്യൂരിറ്റൈസ് ചെയ്യാൻ നടക്കും. ടെലിഗ്രാം ഉപയോഗം വളരെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരുടെ ഇടയിലും. പ്രത്യേകിച്ച് ഈ സിനിമകൾ പുതുതായിട്ട് റിലീസ് ചെയ്ത സിനിമകൾ ആളുകൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ഒരു പ്രവണത ഉണ്ട്. അതൊരു കുറ്റമായിട്ട് പോലും പലരും തിരിച്ചറിയുന്നില്ല. വളരെ പബ്ലിക്കായിട്ടാണ് ആളുകൾ അത് ഷെയർ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. എനിക്ക് തോന്നുന്നു അതൊരു ഡാർക്ക് വെബിൻ്റെ ഒരു ചെറുരൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഒരു അപകട സാധ്യതയും അത് മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക ദ്രോഹത്തിനെ കുറിച്ചും ഒന്ന് പറയേണ്ടതെന്ന് തോന്നുന്നു. അതിനകത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ട്രാൻസാക്ട് ചെയ്യുന്നതെന്നുള്ളതും ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ചില മനുഷ്യരുടെ ഒരുപാട് എഫേർട്ടും ടൈമും പൈസയും ഒക്കെ ചിലവാക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്പേസാണത്. അതിന് കൺസംഷൻ ഉള്ളിടത്തോളം കാലം ദെർ വിൽ ബി പീപ്പിൾ സപ്ലൈയിങ് ഇറ്റ്. ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ആ കൺസംഷന് കുറച്ചും കൂടിയൊക്കെ ഒരു എത്തിക്കൽ വാല്യൂ കൊടുത്തിട്ട് മനുഷ്യർ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. ഇമ്പോസിബിൾ അല്ല എന്നുള്ളത് ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ കണ്ടു. ഓപ്പറേഷൻ പി ഹണ്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ടെലഗ്രാമിൻ്റെ അഗേൻസ്റ്റാണ്. ടെലഗ്രാമിലെ യൂസേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇമ്പോസിബിൾ ആണ്, എൻ്റെ അടുത്തേക്ക് വരില്ല, എന്നെ പിടിക്കില്ല, എനിക്ക് ഞാൻ ടെലഗ്രാമാണ് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ അഗേൻസ്റ്റ് എവിഡൻസ് ഒന്നും കിട്ടില്ല, അതൊക്കെ നോൺസെൻസ് ആണ്. അതെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ കയറി കളിക്കുന്നതും ക്രൈം തന്നെയാണല്ലോ. അപ്പോൾ ഓപ്പറേഷൻ പി പോലെ മറ്റൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ടെലഗ്രാം യൂസേഴ്സ് മുഴുവൻ എല്ലാവരും പെടും. ആൻഡ് എന്ത് നോക്കിയാൽ ഇപ്പോൾ വാട്സാപ്പിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമിൻ്റെ ഒക്കെ ഉത്ഭവം വരുന്നത് ടെലഗ്രാം എന്നാണ്. അതുപോലെ ഈ ക്രൈം ചെയ്യുമ്പോഴേ ഈ VPN ഓൺ ആക്കിയിട്ട് ക്രൈം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. പ്രോക്സീസും VPNും ബ്രേക്ക് ചെയ്യണത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് അല്ല, പക്ഷേ അത് മേക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിഫിക്കൽട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് എന്നെ പിടിക്കാൻ പറഞ്ഞത് നിങ്ങൾ മറ്റന്നാളൊക്കെ വരെ എനിക്ക് സമയം കിട്ടും, അത്രേ ഉള്ളൂ. സേഫ് ഒന്നും അല്ല. ഈ ലോൺ ആപ്പുകളിൽ പെടുന്നവർ പലപ്പോഴും പ്രശ്നത്തിലാവുന്നത് അവർക്ക് ഗാലറി ആക്സസ് കൊടുക്കുന്നത് കൊണ്ടും പിന്നെ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അത്തരം കേസുകൾ ഇഷ്ടം പോലെ. 30,000 ലോൺ തരും 0 ഇൻട്രസ്റ്റിലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാ KYCയും അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ലോണിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 7,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും. ഈ 7,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ളത് ഈ ലോൺ കമ്പനിയല്ല, വേറെ ആരുമാണ്. അപ്പോൾ ആ അയച്ച ആൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ യു ആർ പാർട്ട് ഓഫ് ദി ക്രിമിനൽ നെറ്റ്വർക്ക്. ഒന്ന്, ഈ 7,000 രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ട് 2,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മുതൽക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുതൽക്ക് അവർ ടോർച്ചർ ചെയ്ത് തുടങ്ങും. ഇവർ ലിങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്കുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ്, നിങ്ങളുടെ ഗാലറി, നിങ്ങളുടെ എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ KYC സാധനങ്ങളും ഒക്കെ അവർ ഒരു മോർഫിംഗ് ഒന്നും അതിന് പറഞ്ഞുകൂടാ, ഒരു എഡിറ്റിംഗ്, ക്രൂഡ് എഡിറ്റിംഗ് ചെയ്യും. തല വെട്ടി ഫിഗർ വേറെ വെച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഡിസ്റ്റർബ് ചെയ്യും, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. 30,000 രൂപ ലോൺ എമൗണ്ട് തന്നെ 30,000 അയച്ചു കൊടുത്താലും വീണ്ടും അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ബിക്കോസ് ദേ നോ യു ആർ വൾണറബിൾ. നിങ്ങൾക്ക് ഇനിയും സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലേഡി നമുക്ക് വന്നത് ഓൺലൈനിൽ അവർ എന്തോ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവരുടെ സർവീസസ് വേണം ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ട് ആ സർവീസ് ബുക്ക് ചെയ്ത ഒരാൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ചോദിച്ചു. അവരത് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, ഞാനൊരു ബാർകോഡ് അയക്കേണ്ട, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വരും എന്ന് പറഞ്ഞു. അവരത് ബാർകോഡ് ചിന്തിക്കാണ്ട് അത് സ്കാൻ ചെയ്തു. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മുഴുവൻ അങ്ങോട്ട് പോയി, ഫുള്ള് പോയി കഴിയുമ്പോൾ അയ്യോ സോറി കേട്ടോ, ഞങ്ങൾക്ക് പൈസ ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് തിരിച്ചയച്ച് തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, കമ്പനി അക്കൗണ്ട് ആയതുകൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ KYC ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. KYC ഡീറ്റെയിൽസ് അവർ അയച്ചു കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50,000 റുപ്പീസാണ്. അവർക്ക് പിറ്റേ ദിവസം KYC ഡീറ്റെയിൽസ് അയച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വരണ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണ എമൗണ്ട് നിയർലി 10 lakhs ആണ്. അപ്പോൾ ഇവർ പേടിച്ചു. ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം വന്നിട്ടില്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എൻ്റെ പൈസ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന കുറേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം, ആ അക്കൗണ്ട്സിലേക്ക് മുഴുവനും ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവർ ആ എമൗണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തു. 50,000 വേണ്ട, പോയത് പോട്ടെ എന്ന് വെച്ചിട്ട് ആ കോൾ അവർ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. ഒരു മാസം കഴിയുമ്പോൾ അവർക്ക്
ഒരു നോട്ടീസ് വരണത്, ഒരു ഈ മെസ്സേജ് വരണത്, നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യണേ, നിങ്ങളുടെ ലോൺ ഓഫ് നിയർലി 10 lakhs rupees. ആ പോർട്ടലിൽ നമ്മൾ കയറി നോക്കുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള പോർട്ടാണ്. ആ പോർട്ടലിൽ ഇവരുടെ KYC വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം വെച്ചിട്ട് ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ വന്നിട്ടുള്ളത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ്. എങ്ങനെ അവർ നോ എന്ന് പറയും? അവരെങ്ങനെ പോയിട്ട് ഈ പോർട്ടലിനോട് പറയുന്നത് ഞാനല്ല എടുത്തത്, ഞാനല്ല യൂസ് ചെയ്തതെന്ന്? ലീഗലി ട്രാപ്ഡായി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്ക് വക്കീൽ നോട്ടീസുകൾ വന്നു. ഇന്ത്യയിലെ ഏതൊക്കെയോ സ്റ്റേഷനുകളിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നു. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനകത്ത് ഞങ്ങൾ അയച്ചു കൊടുത്ത അക്കൗണ്ടിൽ ഇതൊരു അക്കൗണ്ടാണ്. ഏത് അവർക്ക് ആ ഒരു എമൗണ്ട് വന്നില്ലേ? ഞങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇങ്ങോട്ട് അയച്ചു തന്നേലും ഇവരുടെ അക്കൗണ്ട്, ഇവർ കുറേ അക്കൗണ്ട്സിലേക്ക് ചെറിയ ചെറിയ പൈസകൾ അയച്ചു കൊടുത്തു. ഈ 10 ലക്ഷം മണി ലോണ്ടറിങ്ങിൽ അവർക്ക് ബെയിലെടുക്കണം, അവരൊരു ലോണിന് റീപേ ചെയ്യണം. വാട്ട് എവർ ഹാപ്പൻസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയും പോയി. ഇവർ ഒറ്റയ്ക്കൊരു സ്ത്രീയാണ്, എവിടെയൊക്കെ പോവും, എന്തൊക്കെ ചെയ്യും. എന്തൊരു വലിയ ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ട് നമ്മൾ പറയും നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് പൈസ വന്നാലും നമ്മൾ അറിയണം, നമ്മൾ കൊടുക്കണത് മാത്രം സൂക്ഷിച്ചു കൊടുത്താൽ മതി. നോ, ഇന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അറിയാണ്ട് ₹1 വന്നാൽ പോലും അത് നമ്മളായിട്ട് നമ്മുടെ ബാങ്കിനോട് പറയണം, ദിസ് ഇസ് നോട്ട് മൈ മണി, ഇതിന് എനിക്കൊരു വാലിഡിറ്റി ഇല്ലേ, അത് മാറ്റിയിടാനായിട്ട് പറയും. ഒരു ലീഗൽ സിസ്റ്റം ഇപ്പോൾ ഇവോൾവ് ചെയ്ത് വരണേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഫുൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന എമൗണ്ട് ഇൻ ക്വസ്റ്റ്യൻ മാത്രം ബ്ലോക്ക് ചെയ്താൽ മതി എന്നൊക്കെയുള്ള റൂൾസ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പല സ്റ്റേറ്റിലുള്ള പോലീസുകാരും അത് ഫോളോ ചെയ്യണമൊന്നുമില്ല. പല രാജ്യങ്ങളുടെ പ്രതിരോധ വെബ്സൈറ്റുകൾ വരെ ഹാക്ക് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ വാർത്തകൾ കാണുന്നത്. നമ്മൾ മലയാളികളാണ് എന്തോ പാകിസ്ഥാൻ വെബ്സൈറ്റൊക്കെ ഹാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നമ്മളൊരു ബാങ്കിങ് സൈറ്റുകൾ അല്ലെ ബാങ്കിങ് ഏരിയ ക്രാഷ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ബാങ്കിങ് സൈറ്റ്സ് ഡൗൺ ആവുന്നുണ്ട്, ബാങ്കിങ് സൈറ്റ്സിനെ പോലും ക്ലോൺ ചെയ്യുന്നുണ്ട്. ICICI എന്നൊരു ഹെഡർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് വരികയാണെങ്കിൽ നിങ്ങൾ അത് ICICIനെ വായിക്കുള്ളൂ. IC1CI എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വായിക്കുക? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോവുക ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഈ പബ്ലിക് വൈഫൈസ് ഉപയോഗിച്ച എന്തെങ്കിലും പ്രശ്നമാണ്? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പബ്ലിക് വൈഫൈ ഇസ് ഓപ്പൺ ടു ഓൾ അഗൈൻ. ഒരു വൈഫൈയിലേക്ക് കയറി ആ നെറ്റ്വർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻഡ് പോയിന്റിലേക്ക് എത്താനും ഇത്രേ പണിയുള്ളൂ. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആണല്ലോ. അപ്പം ഈ സൈബർ എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് ഈ സൈബർ എവിഡൻസിൻ്റെ പരിധിയിൽ വരുന്നത്? എന്ത് കാര്യവും ഡിജിറ്റൽ സ്പേസിൽ നിന്ന് എടുക്കുന്നത് സൈബർ എവിഡൻസ് ആണ്. ഫോൺ റെക്കോർഡ് ആവാം, നമുക്കൊരു സ്ക്രീൻ ഷോട്ട് ആവാം, നമുക്കൊരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ ആവാം, ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ലോഗ്സ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ, ലോഗ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈബർ എവിഡൻസ്. സ്ക്രീൻഷോട്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കോടതി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം അനുസരിച്ചിട്ട് കേസ് വരാൻ താമസിക്കുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് പെർഫോമൻസ് തന്നെ ഉണ്ടാവില്ല. ഈ വാട്സപ്പ് ഒന്നും നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? പിന്നെന്താ? പക്ഷെ എന്തോ 6 മാസത്തെ പരിധി അങ്ങനെ എന്തോ പറഞ്ഞു. അത് റിട്രീവ് ചെയ്യാനാണ് 6 months പരിധി ഉള്ളത്. ഓക്കെ, അതെ 6 months മുതലുള്ള വാട്സപ്പ് ഡാറ്റ കിട്ടല് ലീഗലി നമുക്ക് തരണം എന്ന് നിർബന്ധമില്ല. ഈ സോഷ്യൽ മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകൾ നടക്കുമ്പോഴേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ നടക്കുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്? എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിനും ഒരു ഇന്ത്യൻ ഓഫീസ് ഉണ്ടാവണം. അപ്പോൾ ഇന്ത്യൻ ഓഫീസിലേക്കാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം എഴുതി ചോദിക്കുക, ഇന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, ഇന്ന കാര്യം, അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ എവിഡൻസ് ഇതൊക്കെയാണ്, ഇതിനോട് കൊറാബറേറ്റ് ചെയ്യാവുന്ന നിങ്ങളുടെ എവിഡൻസ് എന്താണ്, നിങ്ങളുടെ ലോഗ്സ് റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു റിപ്പോർട്ട് തരാൻ പറയും. അപ്പോൾ അത് റിപ്പോർട്ട്, അപ്പോൾ ലോഗ്സ് എന്ന് പറയുന്നൊരു സാധനമാണ് പ്രൈമറി എവിഡൻസ് ഏത് കാര്യത്തിനും. സപ്പോസ് ഞാൻ ഇവിടുന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു, അവിടെ ഡെലിവറായി, നിങ്ങളത് വായിച്ചു, അത് ഇവിടുന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്ന മുതൽക്ക് ഒരു 600 steps ഓഫ് ലോഗ്സ് ഉണ്ടാവും. അതിനകത്തൊന്നും ആർക്കും ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റില്ല. ഈ ഡിജിറ്റൽ എവിഡൻസിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് ഈ ഹാഷ് വാല്യൂവിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദിലീപ് കേസിൽ നമ്മളത് ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്തു. എന്താണ് ഹാഷ് വാല്യൂ? നമ്മളിപ്പോൾ ഒരു ചെക്ക് എടുത്തു പറയുമ്പോൾ നമ്മൾ ഒപ്പിട്ടു, നമ്മുടെ ഒപ്പ് മാറിയുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണ പോലെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സിഗ്നേച്ചർ ഔട്ട് എടുക്കുകയാണ്. അതാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ആ സിഗ്നേച്ചർ ഈ ഡോക്യുമെൻറ്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും വരും. അത് ഇപ്പം മൊബൈലാണെങ്കിലും മറ്റേ പെൻഡ്രൈവ് ആണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ഏതാണെങ്കിലും. ഇപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ട്രാക്ക് എടുത്തിട്ട് അതൊരു ഡോക്യുമെൻ്റ് ആക്കി ആ ഡോക്യുമെൻറ്റിനെ എവിഡൻസ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യാണ്. അതൊരു ഡോക്യുമെൻ്റ് ആക്കി നമ്മൾ അതിൻ്റെ ഒരു ഹാഷ് വാല്യൂ എടുത്തു. ആ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത ആൾ അടുത്തത് അതിനകത്ത് 2 സ്ഥലത്ത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് 2 സ്പേസ് ഇട്ടു, ഹാഷ് വാല്യൂ മാറും. ഓപ്പൺ ചെയ്താലും ഹാഷ് വാല്യൂ മാറുമോ? ഓപ്പൺ ചെയ്താലല്ല, അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് നടത്തിയാൽ ഹാഷ് വാല്യൂ മാറും. കോപ്പി ചെയ്ത ഹാഷ് വാല്യൂ മാറുമോ? ഇല്ല.
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കോപ്പി ചെയ്താൽ ലോഗ്സ് നോക്കണം. ഓ, അത് കിട്ടും. അത് കിട്ടും. ഓ, അപ്പോൾ നമ്മളിപ്പം കോടതിയിൽ സബ്മിറ്റ് ചെയ്തൊരു സാധനം ഹാഷ് വാല്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അവർ കോടതിയിൽ നിന്ന് ദുരുപയോഗം ചെയ്തിട്ട് ആരെങ്കിലും കോപ്പി ചെയ്താലും അതിൻ്റെ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാലും ഒക്കെ ഇതിൽ കാണും. അതാണ് അപ്പോൾ ആ കേസിൽ വന്നിട്ടുള്ളത് അല്ലേ? കോപ്പി ചെയ്താൽ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഗാഡ്ജറ്റിൻ്റെയും ഒരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുള്ള ഇപ്പോൾ ഒരു പെൻഡ്രൈവും ഒരു ലാപ്ടോപ്പും ആണെങ്കിൽ എനിക്ക് ആ ലാപ്ടോപ്പിൻ്റെ IP അഡ്രസ്സും പെൻഡ്രൈവിൻ്റെ ഡേറ്റയും ഈ ഫയലും കൂടി ഒരുമിച്ച് എനിക്ക് ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഈ പറയുന്ന ഫയൽ വേറൊരു എക്യുപ്മെൻറ്റിലാണ് ഞാൻ തുറന്നതെന്നുണ്ടെങ്കിൽ അത്, പക്ഷെ അത് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം 4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേസ് വിളിക്കുന്നത്. അപ്പോൾ ഈ പെൻഡ്രൈവ് വർക്ക് ചെയ്യുമോ, ഈ സിസ്റ്റം തന്നെയാണോ അവിടെ ഉണ്ടാവുക, ആ സിസ്റ്റത്തിനകത്തുള്ള കോമ്പണൻസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി ഇംപ്രാക്ടിക്കലാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഇപ്പോൾ. നമ്മൾ പല സംസ്ഥാനങ്ങളിലെ നിയമ സംവിധാനവുമായിട്ടും പോലീസ് സംവിധാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ താങ്കൾ. അതിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് തോന്നിയത് ഏതാണ്? നോ കമൻസ്. കേരളം എങ്ങനെയെന്നുള്ളത് പറയാൻ പറ്റുമോ? നമ്മൾ ഹൈലി ലിറ്ററേറ്റ് ആണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഈ ഒരു ടെക്നോളജി വരുന്നതും ആ ടെക്നോളജിയെ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ് ഭയങ്കര ഹൈ ആണ് റിലേറ്റഡ് ടു ദി അതർ സ്റ്റേറ്റ്സ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ ബോധവൽക്കരണം കിട്ടി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല രാജ്യം അതിനൊരു വലിയ ഭീഷണിയെ കാണുന്നതിന് മുന്നേ കേരളത്തിൽ അത് വ്യാപകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. തീർത്തും സ്വകാര്യമായിട്ടുള്ള അതീവ രഹസ്യമായ കാര്യങ്ങൾ ഇപ്പോൾ ഓഫീസ് സംബന്ധമായോ അല്ലാതെയോ പേഴ്സണൽ കാര്യങ്ങളോ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിച്ച് ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എന്തൊക്കെയാണോ സ്വീകാര്യമായിട്ടുള്ളത് അത് മുഴുവനും നമ്മൾ ഒറ്റ ഗാഡ്ജറ്റിൽ വെക്കുക. അതിൻ്റെ ഒരു പടി മേലെയുള്ള പ്രൈവസി വേണ്ട ഡേറ്റ അത് വേറൊരു ഗാഡ്ജറ്റിലേക്ക് വെക്കുക. ഒരു മൾട്ടിപ്പിൾ ഗാഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. ആ ഗാഡ്ജറ്റ് ഒരിക്കലും നെറ്റുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അഗൈൻ നെറ്റിനോട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ആ ഗാഡ്ജറ്റിൽ ചെയ്യാണ്ടിരുന്നാൽ പോരെ. നിങ്ങളുടെ സോഷ്യൽ ഗാഡ്ജറ്റിൽ ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക അഡ്വൈസ് ഉള്ളത്. സോഷ്യൽ ഗാഡ്ജറ്റിൽ ഈ ബാങ്ക് അക്കൗണ്ട്സ്, ബാങ്ക് ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യരുത്. ബേസിക്കലി ആൾക്കാർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ബൈ ആൻഡ് ലാർജ് ഭയങ്കര ഹൈ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ലോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോണിന് അറ്റാക്ക് സ്പൈവെയറോ മാൽവെയറോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ OTP അടക്കം എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്ന് പറയുന്ന സമയത്ത് ആ പറയുന്ന എടുക്കുന്ന സമയം നിങ്ങൾ അൺഅവൈലബിൾ ആണെന്ന് അവർക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഫോണിലും ഒന്ന് SMS വന്നു, നിങ്ങൾ ലൈവായിട്ട് ഫോണിലിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. SMS വന്നു, നിങ്ങൾ നോക്കണതിന് മുമ്പ് ഡിലീറ്റായി. അവിടെ നിങ്ങൾക്കൊരു റെഡ് ഫ്ലാഗ് കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടരുത് എന്നുള്ള ഉദ്ദേശം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ഒന്ന് വായിച്ചാൽ എത്ര മണിക്ക് നിങ്ങൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ് താഴെ വയ്ക്കും, എത്ര മണിക്കൂർ, എത്ര നേരം, ഏത് ടൈം സ്പാനിലാണ് ഈ ഗ്യാപ്പ് വരണേ എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ ട്രാവൽ ഡീറ്റെയിൽസ്. മനുഷ്യർ പോകുന്ന സമയത്ത് ബോർഡിംഗ് പാസ് എടുക്കുന്നതിനെക്കാട്ടിലും എക്സൈറ്റഡ് ആണ് പോയിട്ട് സ്റ്റേറ്റസ് ഇടാൻ. ഐ എം ഫ്ലൈയിങ് ഫ്രോം സോ ആൻഡ് സോ ടു സോ. നമ്മളെല്ലാവരും ചെയ്യുന്നത്. അത് റിയൽ ടൈം കൊടുക്കാതിരിക്കുക. നിങ്ങൾ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന് മെമ്മറീസ് ഷെയർ ചെയ്യണം, ട്രാവൽ വ്ളോഗ്സ് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ് റിയൽ ടൈം. കം ബാക്ക് ആൻഡ് ഡു ഇറ്റ്. അവർക്ക് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നവർക്കറിയാം നിങ്ങൾ എത്ര നേരം ഫോണിൽ അവൈലബിൾ ആയിരിക്കില്ല, നിങ്ങൾ ഫ്ലൈ ചെയ്യായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്ര നേരം ഇന്ത്യയിൽ ഉണ്ടാവാണ്ടിരിക്കും. ഇപ്പോൾ വെറുതെ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കും, അതുപോലും സ്റ്റേറ്റസ് ഇടുന്ന ആറ്റ് സോ ആൻഡ് സോ സിനിമാസ് വാച്ചിങ് സോ ആൻഡ് സോ മൂവി വിത്ത് സോ ആൻഡ് സോ പീപ്പിൾ. അപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്നും ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ആരുടെയൊക്കെ ഡേറ്റ കുറച്ച് നേരം അവരും സിനിമയിൽ മുഴുകിയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പണി തുടങ്ങാം. മിക്കവാറും സൈലന്റ് ആയിരിക്കും എന്നറിയും. എൻ്റെയൊക്കെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കിഡ്നാപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർക്ക് ചെയ്തിട്ടുള്ള കാറിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോവുക, ഡിജിറ്റൽ അസറ്റ്സ് എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഹൗസ് ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സമയം നിങ്ങളില്ലാത്തൊരു സമയം.
അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്. സ്റ്റാറ്റസ് ഇടാം, പക്ഷെ ലൈവായിട്ട് ഇടുന്നത് ഒഴിവാക്കുക. സ്റ്റേറ്റസ് ഇടാം, ലൈവായിട്ട് ഒട്ടും ഇടരുത്. സ്റ്റേറ്റസ് ഇടുമ്പോഴും നിങ്ങൾ ആലോചിക്കുക ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. എല്ലാവരുടെയും പ്രിഫറൻസസ് വേറെ വേറെ ആയിരിക്കും. ഇത് ആവശ്യമല്ല, മനുഷ്യരെ സംബന്ധിച്ച് സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ആസ്വദിക്കുകയല്ലേ ഇത് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അത് ആസ്വദിക്കുമ്പോൾ അതിനകത്ത് വല്ല ഡേഞ്ചർ ഉണ്ടോയെന്നും കൂടി അറിയണ്ടേ. എൻ്റെ ഫ്രണ്ട് ഒരു പിക്ചർ ഇട്ടു, അതുമേ 2 മണിക്കൂറിനുള്ളിൽ 20 കമൻസ് വന്നു. അതേസമയം എനിക്ക് ഫോട്ടോ ഇടണം, എനിക്ക് 5 എണ്ണേ വന്നുള്ളൂ. അപ്പോൾ ഈ 5 എണ്ണത്തിന് 20-നും 21 ആക്കണം. എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ തന്നെ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. വി ഹാവ് ഹിസ്റ്ററി ഓഫ് 100+ ഫേക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റഡ് ബൈ ചിൽഡ്രൻ. ഇതെന്തിനാ? ഒരു ആവശ്യത്തിനുമല്ല, എനിക്ക് ലൈക്ക് കൊടുക്കാൻ. പലപ്പോഴും ഒരു ഫോൺ നമ്പറിൽ പറ്റാത്തപ്പോൾ അടുത്ത ഫോൺ നമ്പർ കൊടുക്കും. അതിനകത്ത് കുട്ടികൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ പോലും തെറ്റായിരിക്കും. അവർക്കായിട്ടൊരു ഗാഡ്ജറ്റ് നമ്മൾ കൊടുക്കാൻ നോക്കണം. അതായത് ലിമിറ്റഡ് എക്സ്പോഷർ വെച്ചിട്ട് വേണം ആ ഗാഡ്ജറ്റ് അവർക്ക് കൊടുക്കാനായിട്ട്. മുതിർന്ന ആൾക്കാരുടെ ഗാഡ്ജറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് റിസ്ക് എന്ന് ഞാൻ പറയണത്, അവർ എക്സ്പോസ് ടു അൺവാണ്ടഡ് കണ്ടൻറ്റ് അറ്റ് ദി അൺവാണ്ടഡ് ഏജ്. ഒരു 18 വയസ്സിന് മീതെ ഉള്ള ഒരാൾക്ക് വരാവുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡേറ്റ, ആ ഡേറ്റ 2 വയസ്സോ 3 വയസ്സോ ഉള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആവുകയാണ്. കുട്ടി പലപ്പോഴും പേരൻസ് പറയുന്നത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടി എൻ്റെ ഗാഡ്ജറ്റാണ് യൂസ് ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് ദേ ആർ സേഫ്. ദേ ആർ നോട്ട് സേഫ്. ഒന്ന്, എക്സ്പോഷർ ടു അൺവാണ്ടഡ് കണ്ടൻറ്റ്. 2, ഇങ്ങനൊരു ഒരു കണ്ടൻറ്റിൻ്റെ ഒരു എക്സ്പോഷർ ഒരു കുട്ടിക്ക് വന്നാൽ അത് ആരോടോ ചോദിക്കുക? പണ്ടത്തെ പോലെ കാരണവന്മാരോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. 5 ഡയമെൻഷനിൽ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സെർച്ച് എൻജിൻസ് ഉണ്ട്. സോ ദേ ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ ദേ വാണ്ട്. ദെൻ ദേ ട്രൈ ടു വർക്ക് ഇറ്റ് ഔട്ട്. ഓർ അവർക്കും എന്താ 8 വയസ്സിൽ അമ്മയുടെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് മീശ വരച്ചിട്ടുള്ള കാലമൊന്നും മാറിയിട്ടില്ല. എല്ലാ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റും സെയിം തന്നെയാണ്. അതേപോലെ 3-4 വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ സാരി ഉടുത്ത് നടന്ന് കണ്ടിട്ടുണ്ട്. വലുതാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കുട്ടികളൊക്കെ. ആ വലുതാവാനുള്ള ടെൻഡൻസി ഇതിലും കാണിക്കും. അവർക്ക് ഗാഡ്ജറ്റ് കൊടുക്കാതിരിക്കുക, കൊടുക്കുമ്പോൾ ലിമിറ്റ് ചെയ്യുക. അതുപോലെ അവർക്ക് മാത്രം കാണാവുന്ന കണ്ടന്റിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക. പേരന്റൽ കൺട്രോൾ നിർബന്ധമായിട്ടും വെക്കുക. നമ്മുടെ കുട്ടികളെ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന ഗാഡ്ജറ്റിനോട് കൂടി ഇരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ലോകത്തിനെയാണ്. അൺഗാർഡഡ് കംപ്ലീറ്റ് വേൾഡ് തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. കുറച്ച് വയസ്സായ ആളുകൾ വളരെ ഈ ഗാഡ്ജറ്റ്സിൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അവർ ശരിക്കും കുട്ടികളെ പോലെ തന്നെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇത്ര പേരിലേക്ക് ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും, സന്തോഷം കിട്ടും, പണം വരും എന്നൊക്കെ ഉള്ളത് കൂടുതലായിട്ട് ഞാനിപ്പോൾ കണ്ടുവരുന്നത് ഫാമിലി ഗ്രൂപ്പുകളിൽ വയസ്സായ ആളുകൾ ചെയ്യുന്നതാണ്. അപ്പം അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്കൊരു കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമെന്ന് തോന്നുന്നു. ഗാഡ്ജറ്റിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അഡിക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയും കാര്യങ്ങളും ചെയ്തു പോണതാണ് ഇവരെല്ലാവരും. കോവിഡിന് ശേഷം പ്രത്യേകിച്ചും കണ്ടുവന്നിട്ടുണ്ട് ഈ ജീഡിയാട്രിക് സൊസൈറ്റി എന്ന് പറയുന്ന 60+ എന്ന് പറയുന്ന സൊസൈറ്റിയെ ഒരുപാട് ടാർഗറ്റ് ചെയ്ത അറ്റാക്സ് തന്നെ നടക്കുന്നുണ്ട്. കാരണം അവർക്ക് കോവിഡിൻ്റെ സമയത്ത് ദേ വർ ഫോഴ്സ്ഡ് ടു വർക്ക് ഫിനാൻഷ്യലി ഓൾസോ ഓൺ ദിസ് ഗാഡ്ജറ്റ്. ഇപ്പോൾ അവർക്കും ഓൺലൈൻ ബാങ്കിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ്ങോ ഒക്കെ അവർക്ക് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വന്നത് അവർ ലോക്ക്ഡപ്പായി ഒരു വീട്ടിൽ. ഐ ഹാവ് എ റിലേറ്റീവ് ഓഫ് മൈൻ, ഇന്നലെ 4 ദിവസം മുമ്പാണ് അവർ GPay ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത് അത്രേ. അപ്പോൾ അവരുടെ മകൾ എന്നോട് പറഞ്ഞതാണ്, അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടവർക്ക് മുഴുവൻ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ. പുതിയൊരു കാര്യം പഠിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, പുതിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവർക്കും പുതിയ തലമുറയുടെ ഒപ്പം മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹൈ ഒക്കെയാണ് ആ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ അവർക്കുള്ള റിസ്ക് പലപ്പോഴും അവരുടെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരിക. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫോൺ മുഴുവനും പോകും. ഇപ്പോൾ ഭഗവാന്മാരുടെ ഫോട്ടോസ് ആണെങ്കിലും ശരി, അതല്ലാതെ വല്ല പ്രഭാഷണത്തിൻ്റെ അങ്ങനെയുള്ള ലിങ്കുകൾ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴും പോകുന്നുണ്ട്. അതേപോലെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ സ്ക്രോളിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ ഫീഡ്സ് അവർക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തരം ഫീഡ്സ് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഫീഡ്സിനെ വെച്ചിട്ടാണ് ഇവർ വീണ്ടും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധകം കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ 2 സെക്കൻഡിൽ കൂടുതൽ നമ്മളൊരു കണ്ടൻറ്റ് വാച്ച് ചെയ്താൽ ആ കണ്ടൻറ്റിനോട് നമ്മൾ റിലേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനോട് റിലേറ്റഡ് ആയിട്ട് കണ്ടൻറ്റ് വീണ്ടും നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം. നെറ്റ് ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പുലർത്തേണ്ട ബേസിക് ഹൈജീൻ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അക്കമിട്ട് പറഞ്ഞാൽ നല്ലതായിരുന്നു. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു അക്കൗണ്ട്, അത് ഒരൊറ്റ അക്കൗണ്ടിലേക്ക് വെക്കുക.
നമുക്ക് 4 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 4 അക്കൗണ്ടിലും ബാങ്കുകാർ പ്രൊമോട്ട് ചെയ്യും. കാരണം അവർക്ക് ജോബ് മെയ്ഡ് ഈസിയാണ്. അപ്പോൾ ഒറ്റ അക്കൗണ്ട് ഓൺലൈനിലേക്ക് വെക്കുക, എനേബിൾ ചെയ്ത് വെക്കുക. ആ അക്കൗണ്ടിൽ നമുക്ക് എടുക്കാവുന്ന റിസ്കിനുള്ള എമൗണ്ട് മാത്രം ബാലൻസ് വെക്കുക. സ്വകാര്യമായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി സൂക്ഷിക്കുന്നത് നല്ലതാണ്, പൊതുവിടത്തിലേക്ക് കൊടുക്കാൻ മറ്റൊരു മെയിൽ ഐ ഡി ഉള്ളത് നല്ലതാണ്. യെസ്, അത് എത്രത്തോളം സ്വതവേ ആൾക്കാരുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ഒരു ഇമെയിൽ ഐ ഡി ഫോണിനോട് കണക്റ്റഡ് ആയിരിക്കും. ആ ഇമെയിൽ ഐ ഡി മാത്രമായിരിക്കും ജനറലി യൂസ് ചെയ്യുന്നത്. ആ ഇമെയിൽ ഐ ഡി ആരെങ്കിലും കോംപ്രമൈസ് ചെയ്ത് എടുത്താൽ നമ്മുടെ ഡേറ്റ തന്നെയാണ് അവരും യൂസ് ചെയ്യുന്നത് അതിനകത്ത്. അതൊന്നും ഒരു കാര്യം. 2, നമ്മൾ ഈ പറയുന്ന ഒരു സെഗ്രിഗേഷൻ ഓഫ് നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സിന് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ഡേറ്റ, നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കുറേയൊക്കെ ശ്രമിക്കാം. ഇപ്പോൾ ഫോണിനകത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുള്ള ഫോണിനകത്ത് ഒരു ഇമെയിൽ ഐ ഡിയാണ്, മറ്റേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ സോഷ്യലി ഒക്കെ കൈകാര്യം ചെയ്തോളൂ. അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് വിൻഡോസോ ചാറ്റ് ആപ്ലിക്കേഷൻസോ ഒക്കെ വെച്ചോളൂ. ചാറ്റ് ആപ്ലിക്കേഷൻസ് ഉള്ളപ്പോൾ എപ്പോഴും വൾണറബിളാണ്. ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജ് വെച്ചിട്ട് ഒരു ഫോർവേഡ് അയച്ചു കഴിഞ്ഞാൽ ആ ഫോർവേഡ് മെസ്സേജ് തുറക്കുക ചെയ്താൽ അത് ഓട്ടോ ഡൗൺലോഡും കൂടി ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ കോംപ്രമൈസ്ഡ് ആണ്. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരും. പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് OTP പറഞ്ഞു തരുന്നത്? ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് എളുപ്പം പറ്റും. പിന്നെ എന്തായാലും പറ്റും. സോഷ്യൽ മീഡിയയിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ചാറ്റ് ആപ്ലിക്കേഷൻസിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഞാൻ അയച്ചു, നിങ്ങൾ ഓപ്പൺ ചെയ്യും. ഇതിൻ്റെ പിന്നിൽ ഞാൻ ടെക്നോഗ്രഫി ചെയ്ത് വെച്ചിട്ടുള്ളതിനകത്ത് എന്ത് വേണമെങ്കിൽ എനിക്ക് കോഡ് ചെയ്ത് വെച്ചൂടെ? നമ്മളിത് ക്ലോൺ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളുടെ ഡേറ്റ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പണം നഷ്ടപ്പെടുമ്പോൾ എന്തായാലും അറിയും. ഡേറ്റ നഷ്ടപ്പെട്ട അറിയുമെന്ന് ഞാൻ പറയില്ല, പണം നഷ്ടപ്പെട്ട അറിയുള്ളൂ. അപ്പോഴാണ് പൊതുവെ ആൾക്കാർ അറിയണത്. നമ്മൾ ഈ ടെക്നോഗ്രഫി എന്ന് പറയുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ നെയിം കൊടുക്കുന്നത് എപ്പോഴും ടെററിസം അസോസിയേറ്റഡ് ആയിട്ടാണ്. ഒരു ഫയലിൻ്റെ പിന്നിൽ വേറൊരു ഫയൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെ സ്പ്രെഡ് ചെയ്യുക. അത് ഇൻവെസ്റ്റിഗേഷനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റെഗ്നോഗ്രഫി അതേ ടൂൾസൊക്കെ തന്നെയാണ് ഈ പറയുന്ന വൈറസുകളോ അല്ലെങ്കിൽ സ്പൈവെയറോ മാൽവെയറോ ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടെക്നോളജി അത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാനിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് യുവർ എൻറ്റയർ ഡീറ്റെയിൽസ്. നമ്മൾ പലപ്പോഴും പല കേസിൽ വരുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ OTP ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ അടുത്ത് ആരും വിളിച്ചിട്ടില്ല, അങ്ങനെ അതൊക്കെയാണ് പറയണത്. ആ പറയുമ്പോൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ആ ഫോൺ ഇതുപോലെ ക്ലോൺഡ് ആയിരിക്കും. ബാങ്ക് SMS അയച്ചിട്ടുണ്ടാവും. ഈ SMS അയച്ചത് കസ്റ്റമറിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും. കസ്റ്റമറിൻ്റെ ഫോൺ ആരുടെ കസ്റ്റഡിയില്ല? ഈ ക്രിമിനലിൻ്റെ കസ്റ്റഡിയില്ല. ആ കസ്റ്റമറിൻ്റെ ഫോണിൽ നിന്ന് SMS OTP റീഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. എങ്ങനെ അറിയും അത്? സോ OTP കിട്ടി, ഞാൻ ട്രാൻസാക്ട് ചെയ്തു. ഈ ക്ലോൺഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കാണ്. റിസ്ക് മിറ്റിഗേഷൻ എന്തായാലും പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഡെയിലി ഒന്ന് ഫോൺ റീബൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ സ്പൈവെയർ എന്തെങ്കിലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ അതൊരു റീബൂട്ടിൽ മിക്കതും പോകുന്ന ഒരു കാര്യമാണ്. 2 മണിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ഒരു 8 മണിക്ക് റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, റീബൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6 മണിക്കൂറിൻ്റെ ഒരു റിസ്ക്കേ വരുന്നുള്ളൂ. അത് മതിയോ? അത് 6 മണിക്കൂർ വേണോ ഇത്രയും പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് ചോദിച്ചാൽ വേണ്ട, 6 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് ഫാക്റ്റ്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. ടെക്സ്റ്റ് മെസ്സേജ് പിക്ചറായിട്ട് വരുന്നത് പോലും റിസ്ക്കിയാണ്. നമുക്കറിയാത്ത ആളാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ അറിയുന്ന ആളാണെങ്കിലും. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ ഇപ്പം എന്നെ അറിയാം, എന്നെ അറിയാം, എൻ്റെ ഫോൺ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടാവും. എൻ്റെ പേരിലൊരു മെസ്സേജ് വന്നാൽ യു വിൽ ഓപ്പൺ ഇറ്റ് അല്ലേ? അപ്പോൾ അതുപോലും വേണ്ട. നമുക്ക് ആവശ്യമുള്ളൊരു സാധനം മാത്രമാണെങ്കിൽ ഓപ്പൺ ചെയ്യുക. ലിങ്കുകൾ ക്ലിക്കേ ചെയ്യരുത്. നമ്മൾ ലിങ്കിൻ്റെ URL വായിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ടൈപ്പ് ചെയ്തോളൂ, പക്ഷെ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ വാട്സാപ്പും പല ചാറ്റ് ആപ്ലിക്കേഷൻസും ലിങ്ക് വരുമ്പോൾ അത് അറിയാത്ത നമ്പറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്കബിൾ ആയിട്ടല്ല വരിക. നിങ്ങളത് ഓൾറെഡി ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യണം. ഈ നെറ്റും അതുപോലെ തന്നെ മൊബൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകളുടെ ഇടയിൽ പൊതുവായിട്ട് നിലനിൽക്കുന്ന മിസ്കോൺസെപ്ഷൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ ഒരു സ്പേസിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഫോണോ അല്ലെങ്കിൽ നെറ്റോ ഓഫ് ചെയ്താൽ ഞാനായിട്ട് കണക്ടിവിറ്റി എല്ലാം തീർന്നു. നോ, നമ്മൾ ഡേറ്റയാണ് നമ്മളവിടെ. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല വെച്ചാൽ ഡിലീറ്റ് ചെയ്യാം. അതവിടെ നിന്ന് പോയി. നോ, ദർ ഇസ് നോ ഡിലീഷൻ. പിന്നെ എനോണിമസ് ആണ്. ഞാനൊരു സൂഡോ നെയിം കൊടുത്താൽ എൻ്റെ അടുത്തേക്ക് ആരും എത്തില്ല. അതും വെറുതെയാണ്, സുഖമായിട്ട് എത്തും. അപ്പോൾ എനോണിമിറ്റി ഇല്ല, ഡിലീഷൻ ഇല്ല.
ഇതൊക്കെ വെറുതെ വിചാരിക്കുന്നു. വിദേശത്തും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പല സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങളായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം സൈബർ അന്വേഷണങ്ങളിൽ നമ്മുടെ ഒരു ന്യൂനത എന്താണ്? നമ്മൾ അപ്ഡേറ്റഡ് ആണോ അവരോളം? ലീഗലി അപ്ഡേറ്റഡ് ആണ്, ടെക്നിക്കലിയും അപ്ഡേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം ഇത്തിരി സ്ലോ ആണ്. കേസിന്റെ എണ്ണം കൊണ്ടാണോ അത്? അല്ല, അത് നമ്മുടെ ഒരു സിസ്റ്റം ബേസിക്കലി കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിനകത്തുനിന്ന് നമ്മൾ 10 കൊല്ലത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്. വി ആർ സീയിങ് ഫൈനാലിറ്റി ഇൻ 5 to 6 years അറ്റ്ലീസ്റ്റ്. മറ്റേത് 16 കൊല്ലം 20 കൊല്ലം ഒക്കെ ലാഗ് ചെയ്ത കേസുകളുണ്ട്, എത്രയോ എവിഡൻസ് ഉള്ള കേസായിട്ട് പോലും. അതൊന്നും നമുക്ക് മാറ്റമുണ്ട്, പക്ഷെ നോട്ട് അപ് ടു ദി അതർ കൺട്രീസ്. ഒരു വനിത കൂടിയാണല്ലോ. ഈ സൈബർ ക്രൈം ഏരിയകളിൽ സ്ത്രീകൾ കൂടുതലും വൾണറബിൾ ആണെന്ന് ഇനിയുള്ള കാലത്ത് പറയാൻ പറ്റുമോ, അതോ അല്ല? ഞാനങ്ങനെ സ്ത്രീകൾ എന്ന് പറയില്ല, മനുഷ്യരെല്ലാവരും വൾണറബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ചെയ്തിട്ട് ജീവിക്കുകയാണല്ലോ പുതിയ ജനറേഷൻ മൊത്തം. ഇതിൻ്റെ ഒരു ഭാവി എന്താ? ഇത് ഇങ്ങനെ തുടർന്ന് പോകും, എല്ലാവരും റീൽ അഡിക്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ റിയൽ വേൾഡിൽ ഇല്ലാതെ ഈ റിയൽ വേൾഡിൽ തന്നെ അങ്ങനെ പോവുമോ, അതോ ആളുകൾക്ക് മടുക്കും ഒരു ഘട്ടത്തുമ്പോൾ? മടുക്കുമായിരിക്കാം, പക്ഷെ മടുത്താൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, ദെൽ ബി എ ലോട്ട് ഓഫ് സെറ്റ് ബാക്ക്, ഇമോഷണൽ സെറ്റ് ബാക്ക്, സൈക്കോളജിക്കൽ സെറ്റ് ബാക്ക് ഉണ്ടാവും. അതെങ്ങനെ ഡീൽ ചെയ്യും? ഒരു മാസനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത്. കാരണം ഒരു സർവേ കണ്ടക്ട് ചെയ്തതിൽ മോർ ദാൻ 90% യങ്സ്റ്റേഴ്സ് അവരുടെ ഒരു വാലിഡേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. അവർക്ക് അവിടുന്ന് ഒരു വാലിഡേഷൻ ഇല്ലെങ്കിൽ ദേ ഫീൽ പർപ്പസ്ലെസ്, അല്ലെങ്കിൽ അവർ അൺസീൻ, നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാന്ന് പറയില്ലേ. ഇത് മടുക്കുന്ന ഒരു കാലം വരണം. അത് പക്ഷെ അതൊരു ട്യൂട്ടേർഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പെട്ടെന്നൊരു ദിവസം ഇത് ഇഷ്യൂ ആയാൽ അത് എടുക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടോയെന്ന് എൻ്റെ സംശയമുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമാണ്. കൊറോണ വന്ന സമയത്ത് ഓർമ്മയുണ്ടോ? കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾ ചൈൽഡ് അബ്ഡക്ഷൻ കേസസ് കേൾക്കാണ്ടായി. കുറച്ച് കാലത്തേക്ക് ചൈൽഡ് അബ്ഡക്ഷൻ കേസസ് ഇല്ല. കാരണം കുട്ടികൾ എവിടെയും തന്നെ പോകുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല. കുട്ടികളുടെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, സെൽഫ് ഹാമിങ് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി ഫസ്റ്റ് 3 months. കാരണം എന്താ വെച്ചാൽ അവർക്ക് ശീലിച്ച് വന്നിരുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അറിയില്ല. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യണു എന്നുള്ളത് കൂടെ ഇരിക്കുന്ന പേരൻസിനും അറിയുന്നില്ല. സിസ്റ്റവും മുതിർന്നവരും തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്ന അവരുടെ തന്നെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ. കാരണം ഞങ്ങൾ ആ സമയത്തൊക്കെ കുട്ടികളിങ്ങനെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കണത്, ചോര കൊണ്ട് ഒരു കേസ് ഞങ്ങൾക്ക് വളരെ സ്കെയറി ആയിട്ട് വന്നത്, ഭയങ്കര ഡിജിറ്റൽ അഡിക്ഷൻ്റെ കൂടെ ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷൻ പ്ലസ് ഈ പറയുന്ന സബ്സ്റ്റൻസ് അഡിക്ഷനും വന്നു ഈ കുട്ടിക്ക്. അത് ഓൺലൈൻ പ്രസൻസോട് കൂടി തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം വന്ന് പെട്ടെന്ന് കട്ട് ഓഫ് ആയപ്പോൾ ഈ കുട്ടി വീട്ടിൽ സ്റ്റക്കായി. ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഈ കുട്ടി എത്ര നേരം യൂസ് ചെയ്യണു, എന്താ ചെയ്യണേന്ന് നോക്കാൻ അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഇരിപ്പായി. സോ കൺട്രോൾ സിസ്റ്റം വന്നപ്പോൾ പെട്ടെന്ന് ദ ചൈൽഡ് ഡിഡ് നോ ഹൗ ടു റെസ്പോണ്ട്. ചോര വെച്ചിട്ട് ഒരു ചുമര് മുഴുവൻ പെയിൻറ്റ് ചെയ്തിരിക്കുക. അത്രയും ചോര മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ളൊരു റിയാക്ഷൻ മാസമായിട്ട് വന്നാൽ, വീണ്ടും വന്നാൽ, ഇത് കൊറോണ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കൂടുതലും എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ടൊക്കെ പേരൻസോ അല്ലെങ്കിൽ മുതിർന്നവരോ വീട്ടിൽ കുട്ടികളുടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് 3 months സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നത്. അത് ഇല്ലാത്തൊരു പക്ഷേ ഇപ്പോൾ നോർമൽ കോഴ്സ് ഓഫ് ലൈഫാണ്, എല്ലാവർക്കും ജോലിക്ക് പോകണം, എല്ലാവർക്കും ലൈവ്ലിഹുഡിനൊരു ഇഷ്യൂ ആണ്. അങ്ങനത്തെ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വന്നാൽ, ഒരു ബോറടി അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് വന്നാൽ സൊസൈറ്റി എങ്ങനെ എടുക്കും എന്നുള്ളതൊരു $1 million ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചാൽ. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എതിരഭിപ്രായം പറയുന്നവരുണ്ടാവാം. ഈ താങ്കളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രപതിയിൽ നിന്നൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും എന്തിനായിരുന്നു ആ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? അത് ആക്ച്വലി റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടായിരുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. 100 സ്ത്രീകൾ ഫ്രം ഇന്ത്യ ടു ഡു തിങ്സ് ഫസ്റ്റ്, ടു ബ്രേക്ക് ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വിമൻ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരത് കോയിൻ ചെയ്തത്. ഫസ്റ്റ് വിമൻ അച്ചീവേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കത് തരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ആദ്യത്തെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ. എത്രയോ ദിവസങ്ങളോളം സീരിയസ് ആയി പോകാവുന്ന ഒരു ടോക്കാണ്, കടൽ പോലുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത്യാവശ്യം നമ്മുടെ സംശയങ്ങൾക്കും സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് ആങ്സൈറ്റികൾക്കൊക്കെ ഉത്തരം ഇതിലുണ്ടെന്ന് കരുതുന്നു. ഒത്തിരി നന്ദി. താങ്ക്സ്. താങ്ക് യു.